666 എതിർക്രിസ്തുവും എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് 5-ാം വോളിയം പഠന വിഷയമാക്കുകയാണ്. അതിന് നമുക്ക് ആസ്പദമായി ചിന്തിക്കുവാനുള്ളതായ അധ്യായം 13-ാം അധ്യായമാണ്. കഴിഞ്ഞ 4-ാമത്തെ വോളിയം DVD-യിൽ ചിന്തിച്ചത് മഹാപീഡനത്തിൻ്റെ ആദ്യ നാളുകളിൽ നടക്കുന്ന സംഭവ പരമ്പരകളെ കുറിച്ചാണ്. അത് 6-ാം അധ്യായത്തിൽ 6 മുദ്രകളെക്കുറിച്ചും 8-ാം അധ്യായത്തിൻ്റെ 1-ും 2-ഉം വാക്യത്തിൽ 7-ാമത്തെ മുദ്രകളെക്കുറിച്ചും ചിന്തിച്ച് അവസാനിപ്പിച്ചു. ആ 7 മുദ്രകൾക്ക് ശേഷം ഇതിനിടയിൽ അതിപ്രധാനപ്പെട്ട മറ്റൊരു മുദ്രയെക്കുറിച്ച് കൂടി ചിന്തിക്കാനായിട്ടുണ്ട്. അത് 666 എന്ന നമ്പറിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു മുദ്രയാണ്. ആ മുദ്രയെ പഠനമാക്കിക്കൊണ്ട് നമുക്ക് ആ വിഷയം തുടരുകയും ചെയ്യാം. കഴിഞ്ഞ ഡിസ്കിൽ നമ്മൾ പഠനമാക്കിയ ഒരു വിഷയമായിരുന്നു 12-ഉം 13-ഉം അധ്യായങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട മൃഗങ്ങളുടെ ചെറിയ വിശദീകരണം. 12-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു അടയാളമായും 7 തലകളോടുകൂടെ തീ നിറമുള്ള അഥവാ ഒരു അഗ്നിസർപ്പം ക്രോധത്തോടുകൂടെ ഇറങ്ങി വരുന്നു. സ്വർഗത്തിലെ പ്രധാന ദൂതനായ മീഖായേലും സംഘവും ചേർന്ന് ആ മഹാസർപ്പത്തെയും തൻ്റെ കൂട്ടരെയും യുദ്ധത്തിൽ തോൽപ്പിക്കുന്നു. ആ മഹാസർപ്പമായ സാത്താനെ വെട്ടി നിലത്തേക്കിടുന്നു. അപ്പോൾ തന്നെ ഭൂമിയിൽ ആയിരിക്കുന്ന ഭീകര ഭരണാധികാരിയായ എതിർക്രിസ്തുവിൻ്റെ മേൽ അവൻ്റെ അഭിഷേകമുണ്ടാകുന്നു. അതേസമയം ഇസ്രയേലിൽ ഒരു മതനേതാവായിരിക്കുന്ന ആൻറ്റി സ്പിരിറ്റ്, ഒരു കള്ളപ്രവാചകൻ, വെളിച്ചപ്പാട് ആത്മാവിനാൽ ഭൂതാത്മാവിനാൽ ആ കാലഘട്ടത്തിൽ ദൂത് പ്രസ്താവിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങൾ നടത്തുന്ന ഒരു മതപ്രവാചകൻ, മതനേതാവ്, കള്ളപ്രവാചകൻ, ദ ഫാൾസ് പ്രോഫറ്റ്, ഇവർ 3 പേരും കൂടെ ചേർന്ന് ത്രിത്വം സ്ഥാപിക്കും. അതിനെ തുടർന്ന് 3.5 വർഷം നടക്കേണ്ടതായ അതിഭയങ്കരമായ സംഭവങ്ങൾക്ക് മുദ്ര ഏൽപ്പിക്കുന്ന വിഷയം വരുന്നു. ആ മുദ്ര ആദ്യം ഇവിടെയല്ല തുടങ്ങുന്നത്, ഇവിടെ നിന്ന് തന്നെ തുടങ്ങുന്നു. അത് എങ്ങനെയാകുന്നുള്ള വിശദീകരണം 13-ാം അധ്യായത്തിൽ പറയുന്നു. ആ 13-ാം അധ്യായം നമുക്ക് തുറക്കാം. 15-ാം വാക്യം മുതൽ വായിച്ച് തുടങ്ങാം. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വയ്യാതെയുമാക്കുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അത് ഒരു മനുഷ്യന്റെ സംഖ്യ അത്രേ. അതിന്റെ സംഖ്യ 666. 666 എന്ന ഒരു സംഖ്യയെക്കുറിച്ചാണ് ഇവിടെ വായിച്ചു നിർത്തിയത്. അന്ന് ഭരണാധിപനായിരിക്കുന്ന ലോകൈക ഭരണസാരഥ്യം ഏറ്റെടുത്ത എതിർക്രിസ്തു എന്ന നേതാവിന് ഒരു പേരുണ്ടായിരിക്കും. സ്വഭാവത്തിന് തക്കവണ്ണമുള്ള മറ്റൊരു പേരാണ്. അതിനെ മരണമെന്നും വേറെ സ്ഥലത്ത് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇവിടെ ആ വ്യക്തിക്ക് ഒരു പേരുണ്ടായിരിക്കും. ആ പേരിൻ്റെ ആൽഫബറ്റിൻ്റെ ക്രമപ്രകാരം ഒരു സംഖ്യയുണ്ടാകും. ആ സംഖ്യയാണ് 666 എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആൽഫബറ്റിന് നമ്പറുണ്ട്. അതുപോലെ എബ്രായ ആൽഫബറ്റിന് ഓരോ അക്ഷരങ്ങൾക്കും ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട്. ആലേഫ് മുതൽ തൗ വരെയുള്ള എബ്രായ അക്ഷരങ്ങൾക്ക് ആലേഫ് 1-ാമത്തെ നമ്പരായും തൗവിൽ അവസാനിക്കുന്ന അവസാനത്തെ ആൽഫബറ്റിന് 400 എന്ന നമ്പരായും കണക്കാക്കിയിട്ടുണ്ട്. ഇതിൽ വൗ എന്ന് പറയുന്ന 6-ാമത്തെ നമ്പറിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ
6 അപ്പോൾ അത് എഴുതുന്നത് നമ്മൾ സാധാരണ 7 എന്ന് എഴുതുന്ന ആ രീതിയിലായിരിക്കും എബ്രായ അക്ഷരമായ വൗ എഴുതുന്നത്. വൗ 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 എന്ന് എഴുതിയാൽ 777 എന്നതുപോലെ ഇരിക്കും. പക്ഷേ 666 എന്നുള്ള ന്യൂമറിക്കൽ വാല്യൂവിൻ്റെ എബ്രായ അക്ഷരങ്ങളാണത്. ഈ കാലഘട്ടത്തിൽ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് 666 ശരി, 777 777 അല്ല, 666 തന്നെയാണ് ശരി. അത് എബ്രായ ആൽഫബറ്റിൽ എഴുതുമ്പോൾ 777 പോലെ ഇരിക്കും എന്നാണ്. ഇവിടെ ആൻറ്റിക്രൈസ്റ്റും കള്ളപ്രവാചകനും കൂടെ ചേർന്ന് നിയമം കഠിനമാക്കുന്നു. അതിനോടുള്ള ബന്ധത്തിൽ അതുവരെയും മുദ്ര ഏൽക്കാത്തതായ വ്യക്തികൾ നിർബന്ധമായും ചില മുദ്ര ഏൽക്കേണ്ടി വരും. അതാണ് ഇവിടെ വായിച്ചത്. ഈ കള്ളപ്രവാചകൻ ഇടപെട്ട് അന്നത്തെ ഭരണാധിപനായിരിക്കുന്ന ലോകൈക ഭരണസാരഥ്യം ഏറ്റെടുത്തിരിക്കുന്ന ആ ചക്രവർത്തിയായിരിക്കുന്ന ആൻറ്റിക്രൈസ്റ്റിൻ്റെ പേരിൽ അതേ രൂപസാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കും. അന്നത്തെ ലോക കമ്പോളങ്ങളിലെല്ലാം വിഗ്രഹങ്ങൾ വാങ്ങാൻ കിട്ടും. മറ്റാരുടെയുമല്ല, ആ പുതിയ നേതാവിൻ്റെ ലോകൈക ചക്രവർത്തിയായി ഭരണം ഏറ്റെടുത്തതായ ആ വ്യക്തിയുടെ വിഗ്രഹം ഉണ്ടാക്കും. എല്ലാ വീടുകളിലും എല്ലാ ബിസിനസ്സുകൾ കടകളിലും എല്ലാ ഓഫീസുകളിലും ഈ വിഗ്രഹം നിർബന്ധമായി സ്ഥാപിക്കേണ്ടി വരും. അതുമാത്രമല്ല, ഈ വിഗ്രഹം കമ്പ്യൂട്ടറൈസ്ഡ് വിഗ്രഹവും ചിപ്പ് സംവിധാനത്തോടുള്ളതായ വിഗ്രഹങ്ങൾ ഉണ്ടാക്കും. അത് ഇന്നത്തെ റോബോട്ട്സ് പോലുള്ളതായ സ്വഭാവത്തോടു കൂടിയതായിരിക്കും. കാഴ്ചയിൽ സാക്ഷാൽ ഭരണാധികാരിയായിരിക്കുന്ന ആ വ്യക്തിയുടെ മുഖവും ശരീരരൂപ സാദൃശ്യവുമായിരിക്കും. ധനവാന് സംസാരിക്കുന്ന വലിയ വിഗ്രഹമോ ചെറുതോ വാങ്ങാൻ സാധിക്കും. സാധാരണക്കാരനും ഒരു നിവൃത്തിയില്ലാത്തവന് സാധാരണ രീതിയിലുള്ള ഒരു ചെറിയ വിഗ്രഹം വാങ്ങാൻ സാധിക്കും, അവൻ്റെ തനി വിഗ്രഹം. അത് വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ച് ഞങ്ങളുടെ കർത്താവും ദൈവമേ നീയല്ലാതെ മറ്റൊരു കർത്താവില്ല എന്ന അർത്ഥത്തിൽ ഈ രാഷ്ട്രീയ നേതാവിനെ ദൈവമായി അംഗീകരിച്ച് വിഗ്രഹാരാധന ആരംഭിക്കും. അത് കഠിനമാക്കും. അതാണ് ഇവിടെ വായിക്കുന്നത്. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും എന്ന് പറഞ്ഞാൽ, അന്ന് യെരുശലേം ദേവാലയം ഈ എതിർക്രിസ്തു എന്ന ഭരണാധികാരിയാൽ പണിയപ്പെട്ടിരിക്കും. ആദ്യം നിയമം കഠിനമല്ല എങ്കിലും പിന്നത്തേതിൽ നിയമം കഠിനമാക്കും. യെരുശലേം ദേവാലയത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛതയായി ഈ സംസാരിക്കുന്ന ബിംബത്തെ കൊണ്ട് അവിടെ സ്ഥാപിക്കും. അത് 1000 കമ്പ്യൂട്ടറുകളെ കോർത്തിണക്കിക്കൊണ്ട് സംസാരിക്കത്തക്കവണ്ണം കഴിവുള്ള അപാര ചിപ്പ് സംവിധാനത്തോടുകൂടെയുള്ള വിഗ്രഹമായിരിക്കും. ആ വിഗ്രഹം സംസാരിക്കും. ആരെക്കുറിച്ചും പ്രവചിക്കത്തക്കവണ്ണമുള്ള അപാര കഴിവ് ആ വിഗ്രഹത്തിനുണ്ടാകും. അങ്ങനെയുള്ള സംസാരിക്കുന്നതായ വിഗ്രഹങ്ങൾ അനേക വീടുകളിലും അനേക കടകളിലും ഉണ്ടായിരിക്കും. വീണ്ടും നമുക്ക് ആ വാക്യം തുടരാം. 15-ാം വാക്യം. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും. അപ്പോൾ ഈ വിഗ്രഹാരാധനയിൽ പങ്കുചേരാതെ വണ്ണം അകന്നു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊല്ലുക എന്നതാണ് അടുത്ത ലക്ഷ്യം. അവരെ കൊല്ലേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ. ഒരുപക്ഷെ മനുഷ്യാത്മാവിന് പോലെ അതിന് ആത്മാവ് ഉണ്ടോ എന്ന് ചിന്തിക്കുമാറ് സംശയമാണ് ഇവിടെ വരുന്നത്. പക്ഷേ സംഭവം ആത്മാവില്ലാത്ത യന്ത്രമനുഷ്യനെന്നുണ്ടല്ലോ. സംസാരിക്കുന്ന പക്ഷിയുടെയോ ഏതെങ്കിലും മൃഗത്തിൻ്റെ രൂപസാദൃശ്യത്തിലോ മനുഷ്യൻ്റെ രൂപസാദൃശ്യത്തിലോ യാന്ത്രികമായി ഉണ്ടാക്കുന്നതായ വിഗ്രഹങ്ങളുടെ അകത്ത് ഇലക്ട്രോണിക് മെഷീനുകൾ സ്ഥാപിച്ച് സംസാരിക്കുന്നതായ വിഗ്രഹങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും മനോഹരമായ നിലയിൽ ക്രമീകരിക്കപ്പെടുന്നതായ അഡ്ജസ്റ്റ് വിഗ്രഹമാണത്. ആ ആത്മാവിനെ കൊടുക്കാൻ. ഒരുപക്ഷെ ആത്മാവ് സംസാരിക്കുമ്പോൾ സംസാരിച്ചേക്കാം. അടുത്ത്, അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറ്. അവിടെ ആരെല്ലാമാണ് ഈ മുദ്ര പ്രാപിക്കുന്നത്? ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും. ആരെയും മാറ്റി നിർത്തുന്നില്ല. ഏത് ഓഫീസറായാലും സാധാരണ ജോലിക്കാരനായാലും ഏറ്റവും താഴെക്കിടയിലെ ജോലിക്കാരനായാലും എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറ്. എങ്ങനെയാണ് മുദ്ര എന്ന് പറയുന്നുണ്ട്. മുദ്രയ്ക്ക് വിവിധ സ്വഭാവമാണ് ഇവിടെ പറയുന്നത്. മുദ്ര മൃഗത്തിൻ്റെ
പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വയ്യാതെ. അപ്പോൾ ആ മുദ്ര ഏൽക്കുന്ന വിധം ഇപ്രകാരമാണ്: വലങ്കൈമേലോ നെറ്റിമേലോ അത് സ്ഥാപിക്കപ്പെടും. മൃഗത്തിന്റെ പേര് എത്ര അക്ഷരങ്ങളുണ്ടെന്ന് ഇന്ന് പറയാൻ സാധിക്കുകയില്ല. ഇന്ന് ഭൂമിയിൽ ഉള്ള നേതാക്കന്മാരെ പോലെ അന്നും ഉണ്ടായിരിക്കുന്ന ആ നേതാവിനൊരു പേരുണ്ടായിരിക്കും. ആ പേരിൻ്റെ ആൽഫബറ്റ് എത്രയാണോ ഇന്ന് പറയാൻ സാധിക്കുകയില്ല. ആ ആൽഫബറ്റിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ 666 ആയിരിക്കും. അവൻ്റെ പേര് ഒരുപക്ഷെ സ്ഥാപിക്കാം, അല്ലെങ്കിൽ പേരിൻ്റെ സംഖ്യയാകാം, അല്ലെങ്കിൽ അതിൻ്റെ മുദ്രയാകാം. ഈ 3 രീതിയിലുള്ള പ്രസ്താവനയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏതെങ്കിലും ഒന്ന് വലങ്കൈമേലോ നെറ്റിമേലോ നിർബന്ധമായും പ്രാപിക്കേണ്ടി വരും. 18-ാം വാക്യം: ബുദ്ധിയുള്ളവർ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അത് ഒരു മനുഷ്യന്റെ സംഖ്യ അത്രേ. അതിന്റെ സംഖ്യ 666. അതിന്റെ സംഖ്യ 666. ആന്റി ക്രൈസ്റ്റിനാൽ ഏൽക്കപ്പെടുന്നതായ 666 എന്നുള്ള സംഖ്യയുടെ മുദ്ര പ്രാപിക്കുന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിനിടയിൽ മറ്റ് ചെറിയ ആത്മീയ മർമ്മങ്ങളെക്കുറിച്ചുള്ള 2 മുദ്രകളെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. അത് നമുക്ക് ഇവർക്ക് അറിയാവുന്നതാണ്. യോഹന്നാൻ സുവിശേഷം 6:27 വാക്യത്തിൻ്റെ അവസാനമായി ഇപ്രകാരം കാണുന്നു: ദൈവം സ്വന്തം പുത്രനെ മുദ്രയിട്ടിരിക്കുന്നു എന്നുള്ളതായ ഒരു വാക്യം നമ്മൾ വായിക്കുന്നു. എഫേസ്യർ 1:14 വാക്യത്തിൽ പരിശുദ്ധാത്മാവിനാൽ, അതെന്നെടുത്ത് വായിക്കാമോ? എഫേസ്യർ 1:14: തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി ദൈവം തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. നിത്യജീവന്റെ അവകാശികൾ എന്നുള്ള നിലയിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്ന മുദ്രയെക്കുറിച്ചാണ് അവിടെ വായിച്ചത്. അതുപോലെ യോഹന്നാൻ സുവിശേഷം 14:16 വാക്യത്തിൽ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനാൽ മുദ്രയിട്ടിരിക്കുന്ന കാര്യം അവിടെ വായിക്കുന്നു. അഗ്നിജ്വാലയാലുള്ള ഒരു മുദ്രയാണ്. ഈ മുദ്ര ആദ്യമായി 120 പേരടങ്ങുന്ന ഒരു സംഘം യെരുശലേമിൽ വെച്ച് പ്രാപിക്കുന്നു. അധികം താമസിയാതെ അത് 3000 മാറുന്നു, പിന്നെ 5000 മാറുന്നു. എന്ന് പറഞ്ഞാൽ ഭൂലോകത്തിൽ ഒക്കെയും ലക്ഷോപലക്ഷം ഭക്തന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇന്നും മുദ്രയിട്ടുകൊണ്ടിരിക്കുന്നു. നിത്യജീവനായി മുൻ നിയമിക്കപ്പെട്ട ഭക്തന്മാരുടെ മേൽ ഉണ്ടാകുന്ന മുദ്രയാണ്. എന്നാൽ നമ്മൾ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ 1,44,000 പേരെ ദൈവം ശ്രേഷ്ഠ ദൂതന്മാരാൽ മുദ്രയിട്ട് മാറ്റുന്നു. അത് നെറ്റിയിൽ മുദ്രയിട്ട് മാറ്റുന്നതിനെ കുറിച്ച് വായിക്കുന്നു. അത് ഇതുമായിട്ടൊരു ബന്ധവുമില്ല. മഹോപദ്രവ കാലഘട്ടത്തിൽ അത് തീരുന്നവരെയുമുള്ള നാളുകളിൽ ഇസ്രയേൽ മാത്രമല്ല അതിൻ്റെ സമീപ രാജ്യങ്ങളിൽ ഏതെങ്കിലും നിലയിൽ രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി സംരക്ഷണ മുദ്രയായി ദൈവദൂതനിടുന്ന മുദ്രയാണ്. അത് 7-ാം അധ്യായത്തിൽ കാണും. ഇനി മറ്റൊരു കാര്യം, മഹോപദ്രവം തുടങ്ങുന്ന ആ 7 വർഷത്തിനിടയിൽ ഏതായാലും പിന്മാറ്റക്കാരായ കുറേ പേര് കാണും, കൈവിടപ്പെട്ടു പോകും. എങ്ങനെയെങ്കിലും മുദ്ര പ്രാപിച്ച് 7 വർഷം ജീവിക്കാം, എങ്ങനെയെങ്കിലും ജീവിക്കാം എന്ന് ചിന്തിക്കുന്നവർ കണ്ടേക്കും. ഇത്രയും എന്തിനാ പ്രയാസപ്പെടുന്നത്? ഏതായാലും ഭൂമിയിൽ ജീവിച്ചു, വിശ്വാസി എന്ന് പറഞ്ഞ് ജീവിച്ചു, കൈവിടപ്പെട്ടു പോയി, മുദ്രയേറ്റ് സുഖമായിട്ട് 7 വർഷം ജീവിച്ചങ്ങ് അവസാനിച്ചുകൂടെ ചിന്തിക്കും. പക്ഷേ പിന്മാറ്റക്കാരായ വ്യക്തിയാകട്ടെ സാധാരണക്കാരാകട്ടെ ഭൂമിയിൽ കൈവിടപ്പെട്ടു പോകുന്ന ഏത് വ്യക്തിയും ആയിക്കൊള്ളട്ടെ, ഈ മുദ്ര സ്വീകരിച്ചതിന് ശേഷം ബിസിനസ് ചെയ്യുകയോ ജീവിക്കുകയോ യാത്ര ചെയ്യുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ആ വ്യക്തികളുടെ മേൽ വരുന്നതായ ഭയങ്കരമായ വിപത്തുകളെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ആരും ചിന്തിച്ചിട്ടില്ല. ആകപ്പാടെ അന്തിക്രിസ്തു എന്നുള്ള പേര് പറഞ്ഞ് അന്തിക്രിസ്തുവിനെ മുദ്ര എന്ന് പറയാറുണ്ട്. അന്തിക്രിസ്തു എന്നുള്ള വാക്കേ വേദപുസ്തകത്തിലല്ല, എതിർക്രിസ്തു എന്ന് മലയാളത്തിൽ കാണുന്നുള്ളൂ. അതിന് ഈശ്വഹ മസിയ എന്നാണ് എബ്രായ ഭാഷയിൽ യേശു മസിയയ്ക്ക് പറയുന്നത്. ഈശ്വഹ മസിയ. അത് ഗ്രീക്ക് ഭാഷയിൽ ഈസോസ് ക്രിസ്റ്റോസ് എന്നാണ് അതിന് അതേ ഭാഗത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈസോസ് ക്രിസ്റ്റോസ് എന്നുള്ളതിന് എതിരാളിക്ക് ഗ്രീക്ക് ഭാഷയിൽ ആന്റി ക്രിസ്റ്റോസ് എന്ന് പറയുന്നു. ആന്റി ക്രിസ്റ്റോസ് എന്ന് പറയുന്ന അതേ സ്ഥാനത്ത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്തിരിക്കുന്നത് ആന്റി ക്രൈസ്റ്റ് ആണ്. ആന്റി ക്രൈസ്റ്റ് എന്ന് പരിഭാഷ ചെയ്തിരിക്കുന്ന അതേ സ്ഥാനത്ത് മലയാളത്തിൽ എതിർ ക്രിസ്തു എന്ന് പറയുന്നു. ഒരർത്ഥ വ്യത്യാസവുമില്ല.
പിന്നെ ഈ അന്തിക്രിസ്തു എന്നുള്ള പദം എവിടെ നിന്ന് കയറി വന്നു? ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ ആത്മീയ പിതാക്കന്മാരായ ആത്മീയ ഗുരുക്കന്മാരായ 1-2 തലമുറകൾക്ക് മുമ്പുള്ളതായ പിതാക്കന്മാർ അവരുടെ ആത്മീയമായിട്ടുള്ളതായ ദൈവമായിട്ടുള്ള ആ ബന്ധത്തിൽ അവർക്ക് ആവേശമൊത്ത് പെട്ടെന്ന് പറഞ്ഞ ഒരു വാക്കാണ്. അത് പിന്നെ പരമ്പരാഗതമായി പറഞ്ഞ് അതിനെ ഫോളോ ചെയ്യുന്നു എന്നല്ലാതെ അങ്ങനെ ഒരു വാക്ക് ബൈബിളിലില്ല. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ദോഷമില്ല, ബൈബിളിലില്ല എന്നാണ്. എതിർ ക്രിസ്തു അല്ലെങ്കിൽ ആൻറ്റി ക്രൈസ്റ്റ് എന്ന പദം ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ പറഞ്ഞു വന്നത് ഈ ആൻറ്റി ക്രൈസ്റ്റിനാൽ ലഭിക്കുന്നതായ മുദ്ര 666 എന്നുള്ള സംഖ്യയോ അവൻ്റെ പേരോ മുദ്ര എന്തുമാകാമല്ലോ, അത് ഏറ്റവും പിന്നെ ജീവിക്കുക എന്നുള്ളതാണ്. ഏറ്റു കഴിഞ്ഞാലുള്ള വിപത്താണ് വേദപുസ്തകത്തിൽ പറയുന്ന ഏറ്റവും വലിയ സംഭവം. അത് നമുക്ക് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. 14-ാം അധ്യായത്തിൻ്റെ 9-11 വാക്യം നമുക്കൊന്ന് വായിക്കാമോ? മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും. ഇവിടെ ശ്രദ്ധിക്കൂ, മുദ്ര ഏറ്റു കഴിഞ്ഞു. മുദ്ര ഏൽക്കുന്നത് 6-ാം അധ്യായം മുതൽ തന്നെ തുടരുന്നു. 13-ായത്തിൽ വിശദീകരിച്ചിരിക്കുന്ന കാര്യം 13-ാം അധ്യായം മുതൽ അത് നിയമം വളരെ കഠിനമാക്കുന്നു. നിർബന്ധത്താൽ മുദ്ര ഏൽക്കേണ്ടി വരുന്നു. അങ്ങനെ മുദ്ര ഏറ്റു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കണം. മറ്റൊന്ന്, അങ്ങനെ മൃഗത്തെയും അവൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ വലങ്കയിലോ മുദ്ര ഏൽക്കണം. അങ്ങനെ ഏൽക്കുന്നവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും. ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരുവാൻ വേണ്ടി മുദ്രയിട്ടിരിക്കുന്നത് പോലെയാണ്. അതിൻ്റെ 11-ാം വാക്യത്തിൻ്റെ മധ്യഭാഗം മുതൽ നമ്മൾ ചിന്തിച്ചാൽ മൃഗത്തെയും, ആവർത്തനം കണ്ടോ? അപ്പോൾ ഈ ഒരു വാക്യം വായിച്ചങ്ങ് നിർത്തിക്കൂടെ എന്ന് ചിന്തിക്കാം. വെളിപ്പാട് പുസ്തകം സാധാരണഗതിയിൽ പലരും വായിക്കാറില്ല, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വായിച്ചിട്ട് വിട്ടിട്ട് പിന്നെ എന്നേക്കുമായി മറന്നതുപോലെയായിരിക്കും. എന്നാൽ ഇവിടെ 1 2 3 പല സ്ഥലങ്ങളിലും ഇതിൻ്റെ ഭീകരതയെ വെളിപ്പെടുത്തുവാൻ വേണ്ടി ആവർത്തിച്ച് ആ വിഷയം അത് നമുക്ക് വായിച്ചൊന്ന് ഗ്രഹിക്കുന്നത് കുറച്ചുകൂടെ നല്ലതല്ലേ? അങ്ങനെയാണ് ഇവിടെ നോക്കൂ, മൃഗത്തെയും അതിന്റെ പ്രതിമയെയും. അപ്പോൾ ശ്രദ്ധിക്കണം, ആദ്യം വായിച്ച വാക്യമല്ല, ഇത് വേറെ വാക്യമാണ്. അതിന്റെ ഗൗരവത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടി ആവർത്തിക്കുന്നു. മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിന്റെ പേരിന്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല. നിങ്ങൾ വേദപുസ്തകം കയ്യിലുള്ളവരാകുന്നുവെങ്കിൽ, അങ്ങനെ പഠനത്തിന് വേണ്ടിയാണ് ഇരിക്കുന്നതെങ്കിൽ 14-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കൂ. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ വാക്യം അതുപോലെ ഇവിടെ വായിച്ചു. അതുകൊണ്ട് അവസാനിക്കുന്നുവോ? ഇല്ല. ഇവിടെ വിഗ്രഹ ആരാധനയിലും അവൻ്റെ മന്ത്രതന്ത്രങ്ങളിലും അവൻ്റെ ഇടപെട്ട് അവൻ്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകില്ല എന്ന് ബൈബിൾ പറയുന്നത് അങ്ങനെ തന്നെ എന്ന് മനസ്സിലാക്കണം. അതിൻ്റെ 16-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ വീണ്ടും ആവർത്തനം തുടരുന്നു. ശ്രദ്ധിക്കൂ. ഒന്നാമത്തവൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിന്റെ മുദ്ര ഉള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണമുണ്ടായി. ആ വിഷയത്തിന്റെ സീരിയസ് എന്താണെന്ന് വീണ്ടും മനസ്സിലാക്കൂ. അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും, അതായത് 666 മുദ്ര ഏറ്റവർ, വലങ്കൈമേലോ നെറ്റിമേലോ ഏറ്റവർ, മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണമുണ്ടായി. അതെന്താണ് ഈ ദുർവ്രണം ഉണ്ടാവാൻ കാരണം? അതിന്റെ കാരണം ശരീര ഊഷ്മാവിൽ വർക്ക് ചെയ്യുന്ന ചെറിയ വിരിച്ചിപ്പുകൾ ഇന്ന് സ്ഥാപിക്കുന്നുണ്ട് മനുഷ്യന്റെ ശരീരത്തിൽ. അതായത് ദേവസ്വം ബോർഡിലെ ആനകൾക്കും പിന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നോക്കിയാൽ ആയിരക്കണക്കിന് കപ്പൽ കയറ്റിക്കൊണ്ടുവരുന്ന മാംസത്തിന് വേണ്ടി കയറ്റിക്കൊണ്ടുവരുന്ന ആടുകളുടെയും കാതുകളിൽ വെരിച്ചിപ്പി പിടിപ്പിച്ചിട്ടുണ്ട്, ആനകളുടെ ശരീരത്തിൽ പിടിപ്പിച്ചിട്ടുണ്ട്, മൃഗങ്ങൾക്ക് ഉണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ മൃഗങ്ങൾക്കുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, മനുഷ്യൻ പ്രാപിക്കുന്നതായ ആ മുദ്രയുടെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. അതിന് കാരണം വേദപുസ്തകം മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്.
ഇത് വല്ലാത്ത ദുർവർണ്ണം ഉണ്ടാകാൻ കാരണം ഇന്നത്തെ സയൻസ് തന്നെ പറയുന്നു, മനുഷ്യന്റെ ശരീരത്തിന്റെ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്ന വെരിച്ചിപ്പുകൾ, നെൽമണിയോളം വലിപ്പം കുറഞ്ഞ ചെറിയ ചിപ്പുകൾ, അല്ലെങ്കിൽ ഇന്നത്തെ ജീരകത്തിന്റെ അത്രത്തോളം ചെറുതായ ചിപ്പുകൾ ഇന്ന് മനുഷ്യന്റെ ശരീരത്തിലേക്ക് പിടിപ്പിക്കുന്നുണ്ട്. അത് വൈദ്യശാസ്ത്രമാണ് കൂടുതൽ ഇന്ന് പരീക്ഷിക്കപ്പെടുന്നത്. ആ വ്യക്തിയുടെ പേരോ, പേരിൻ്റെ അഡ്രസ്സ്, അദ്ദേഹത്തിൻ്റെ പ്രായം, ഏത് രോഗത്തിന് അടിമയാണ്, എത്ര വർഷം ചികിത്സിച്ചു, ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ശരിക്കുമുള്ള വിവരണം ആ വ്യക്തിയുടെ ശരീരത്തിൽ പിടിപ്പിച്ചിട്ടുള്ള ഈ കൊച്ചു ചിപ്പുകളിൽ എല്ലാം ആലേഖനം ചെയ്തിട്ടുണ്ട്. അത് കമ്പ്യൂട്ടറിന് മുമ്പിൽ, സ്കാനറിൻ്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ അതെല്ലാം അതിനകത്ത് തെളിയും. എന്നാൽ ഒരു കാര്യമുണ്ട്, ഇന്ന് ശരീരോഷ്മാവിൽ ഫിറ്റ് ചെയ്യപ്പെടുന്നതായ ഈ ചിപ്പുകൾ ചൂട് കൂടുന്ന സ്ഥലത്തൂടെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ശരീരം മുഴുവനും അത്യുഷ്ണത്താൽ ഭ്രാന്ത് പിടിച്ചതുപോലെ ആയിത്തീരുകയും ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾ തുടങ്ങി, ശരീരത്തിൻ്റെ അസ്ഥികൾ തുടങ്ങി, മജ്ജ തുടങ്ങി അസ്ഥിക്കുഷ്ണം തട്ടി ശരീരം മുഴുവനും ചൊറിയായി, സൊറിയാസിസ് പോലുള്ളതായ പ്രത്യേകമായ പാടുകളുള്ളതായ ത്വക്ക് രോഗങ്ങളായി, അത് ക്യാൻസറായി, ശരീരം മുഴുവൻ ദുർവ്രണങ്ങളായിത്തീരും, ക്രമേണയായിത്തീരുന്ന കാര്യമാണ്. ഈ നാളുകൾ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. നല്ല കാലാവസ്ഥയുടെ പ്രകൃതിയായിരിക്കുന്നതായ കേരളക്കരയിൽ ചൂട് ഇപ്പോൾ വർദ്ധിച്ചപ്പോൾ സാധാരണയിൽ അല്ലാത്ത നിലയിൽ സൂര്യകിരണങ്ങൾ ഏൽക്കുന്നതായ പലരുടെയും ശരീരത്തിൽ ത്വക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നു, സ്കിൻ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നു. അത് ഒന്നുകൂടി കഴിഞ്ഞാൽ ഈ ചൂട് കാഠിന്യമായി തീർന്നാൽ അത് വല്ലാത്ത വ്രണമായി തീരുമെന്നുള്ളൊരു സംശയമില്ല. അങ്ങനെയാണെങ്കിൽ യുദ്ധഭൂമിയിൽ കാലാവസ്ഥ വരെയും എല്ലാം മാറിയിരിക്കുന്ന ആ സന്ദർഭത്തിൽ ഇലക്ട്രിസിറ്റി സംവിധാനമോ ഫാനോ AC-യോ ഒന്നുമില്ലാത്ത സമയം ഈ ചിപ്പ് പ്രാപിച്ചതായ വ്യക്തികൾ സൂര്യനിൽ നിന്നും ഇറങ്ങി വരുന്ന അൾട്രാ വയലറ്റ് രശ്മികൾ പോലുള്ള മാരകമായ രശ്മികളിൽ കൂടെ ഭൂമിയിൽ കഴിച്ചു കൂട്ടുമ്പോൾ ഈ മുദ്രയേറ്റ വ്യക്തികളുടെ ശരീരം ദുർവർണമായി തീരും. ഇന്നത്തെ സയൻസ് അത് തെളിയിച്ചുകൊണ്ടിരിക്കുക. സയൻസിന്റെ യാതൊന്നുമേ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ തെളിയിച്ചു വെച്ചിരിക്കുന്നു. ആ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത വ്രണമുണ്ടായി. അപ്പോൾ മഹാപീഡന കാലഘട്ടത്തിൽ മുദ്രയേറ്റവരുടേതായ അവസ്ഥ എങ്ങനെയാകുന്നുവെങ്കിൽ എങ്ങനെ മനുഷ്യൻ ജീവിക്കും, എങ്ങനെ മുന്നോട്ട് പോകും? വീണ്ടും അതിന്റെ 9-ാം വാക്യം വായിക്കാമോ? 16:9. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. അതിനെ 8-ാം വാക്യത്തിന്റെ മധ്യഭാഗം മുതൽ വായിച്ചാൽ, അപ്പോൾ തീ കൊണ്ടു മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു, സൂര്യന് അധികാരം ലഭിച്ചു. ഇന്ന് സൂര്യൻ എത്രത്തോളം ചൂട് ഭൂമിയിലേക്ക് അയക്കുന്നു, അതിനേക്കാളും മാരകമായിട്ടുള്ള രശ്മിയോടുകൂടെ ഭയങ്കരമായ ചൂടോടുകൂടെ കത്തിജ്വലിച്ച് നിൽക്കുന്ന ആ തീവ്രതയിൽ മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. പിന്നെ ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല. അത്യുഷ്ണത്താൽ വെന്തുപോയി, വ്രണങ്ങളാൽ മനുഷ്യൻ വല്ലാതെ ഭ്രാന്തന്മാരെ പോലെ വേദന കൊണ്ട് അസഹ്യമായി തീർന്നിരിക്കുന്നുവെങ്കിലും ഒറ്റ വ്യക്തി മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുന്നില്ല, സൃഷ്ടാവിലേക്ക് തിരിയുന്നില്ല, ജീവനായകനെങ്കിലേക്ക് തിരിയുന്നില്ല. ദൈവം എന്ന ഒരുവൻ ഉണ്ടെങ്കിൽ ദൈവമേ ക്ഷമിക്കണമേ, പുറക്കണമേ എന്ന് നിലവിളിക്കുന്നില്ല. ആകപ്പാടെ ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തിനെതിരായി നിന്നുകൊണ്ട് ശബ്ദം പുറപ്പെടുവിക്കുന്നു, അവർ മാനസാന്തരപ്പെടുന്നില്ലെന്നാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ദൈവം തൻ്റെ പ്രവൃത്തികൾക്ക് മുടക്കം വരുത്തുമോ? യുഗങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്കും സഹസ്രാബ്ദങ്ങൾക്കും മുമ്പ് പഴയ നിയമ ഭക്തന്മാരായ പ്രവാചകന്മാരിൽ കൂടെയും പുതിയ നിയമ അപ്പോസ്തലന്മാരിൽ കൂടെയും പ്രവാചകന്മാരിൽ കൂടെയും ദൈവം സംസാരിച്ചതായ വിഷയങ്ങൾ ഇത്രയും കാലദൈർഘ്യം വരെ ചെയ്യാതിരിക്കുമ്പോൾ അത് കർത്താവ് മുടക്കം വരുത്തുമോ? ഇല്ല. ദൈവത്തിൻ്റെ വാക്കുകൾ, അരുളപ്പാടുകൾ എന്നാണ്, അത് സംഭവിച്ചേ മതിയാകുകയുള്ളൂ. ഇതിന്റെ 1-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചു തുടങ്ങിയത് എപ്രകാരമായിരിക്കുന്നു ഓർക്കുന്നു? യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനിരിക്കുന്നതെന്നാണ്. അപ്പോൾ വേഗത്തിൽ സംഭവിക്കുവാനിരിക്കുന്നത് വെളിപ്പെടണം. അത് 2000 വർഷമായി ഇന്ന് വരെയും വെളിപ്പെട്ടിട്ടില്ല. വെളിപ്പെടണമെങ്കിൽ വഴിയിൽ നിന്ന് തടുക്കുന്ന ഒരു അദൃശ്യ ശക്തിയായി പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ട ഒരു വലിയൊരു കൂട്ടം ഭൂമിയിലുണ്ട്. അത് ദൈവത്തിന് വിശുദ്ധരാണ്. ആ വിശുദ്ധ സഭയെ എക്ലീഷ്യ ഇവിടെ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ അതിവേഗത്തിൽ മാലപ്പടക്കത്തിൽ തീ കൊടുക്കുന്നത് പോലെ പടപടപടപടാന്ന് പറഞ്ഞ് പൊട്ടിത്തകരുന്നതായ സംഭവ പരമ്പരകളാണ് മഹാപീഡനം അല്ലെങ്കിൽ മഹോപദ്രവം.
ആ മഹോപദ്രവത്തിൻ്റെ ആദ്യം മുതൽ സ്വീകരിക്കുന്നതും അവസാനം വരുമ്പോൾ അതികഠിനമായിരിക്കുന്നതുമായ മുദ്രയാണ് 666 എന്ന സംഖ്യയിൽ ആസ്പദമാക്കിയിരിക്കുന്ന മുദ്ര. ആ മുദ്ര ഏറ്റിരിക്കുന്നതായ വ്യക്തികളിൽ വീണ്ടും ഉണ്ടാകുന്ന വിഷയം 16-11 വാക്യം ഒന്ന് വായിക്കാം. അവർ കഷ്ടത നിമിത്തം നാവ് കടിച്ചുകൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും നിമിത്തം സ്വർഗത്തിലെ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവർത്തികളെ വിട്ട് മാനസാന്തരപ്പെട്ടില്ല. ഈ വാക്യം വീണ്ടും ശക്തമായി ഞാനൊന്ന് ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നത്, വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല, വായിച്ചാൽ അത് മനസ്സിലാകും, അത് വായിച്ച് കേൾപ്പിച്ചാൽ മനസ്സിലാകും. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? അവർ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അന്നുള്ള സകല മനുഷ്യനെ ഒരുപോലെ ബാധിക്കുന്ന വിഷയമാണ്. എന്നാൽ ഒരു പ്രത്യേക കാര്യം പറയാം. സംരക്ഷണ മുദ്രയായി നെറ്റിയിൽ ദൈവത്താൽ മുദ്രയിടപ്പെട്ട അല്ലെങ്കിൽ മുദ്രയേറ്റ 1,44,000 പേരാകുന്ന യഹൂദ ജനത്തെ, ഇസ്രായേൽ ജനത്തെ ബാധിക്കാതെ വണ്ണം മറ്റ് സകലരെയും ബാധിക്കുന്ന കാര്യമാണത്. അവർ കഷ്ടത നിമിത്തം നാവ് കടിച്ചുകൊണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴോ വെറുതെ ഇരിക്കുമ്പോഴോ അറിയാതെ നാവ് പല്ലുകൾക്കിടയിൽ ഒരു കടി കൊണ്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മുഖത്തിൻ്റെ ഭാഗവും അതിൻ്റെ ചുളുക്കവും അതിന് പ്രയാസവും ഒന്ന് ഓർക്കാൻ കഴിയുമല്ലോ. എന്നാൽ വേദന സഹിക്ക വയ്യാതെയുള്ളതായ നാവുകളിൽ നിന്ന് ഓർക്കാമോ? മെഡിക്കൽ കോളേജ് പോലുള്ള മനുഷ്യൻ ചികിത്സിക്കുന്ന പ്രത്യേകമായ അതിവിശാലമായുള്ള ആശുപത്രിയുടെ പ്രത്യേക ചില സെല്ലുകളിൽ പോയാൽ മരണത്തിന് വേണ്ടി വിധിക്കപ്പെട്ട ചില വാർഡുകളിൽ ആക്കിയിരിക്കുന്ന രോഗികളുടെ രോദന ശബ്ദം കേൾക്കുവാൻ കഴിയും. കുറുക്കൻ ഒലിയിടുന്നത് പോലെ അപശബ്ദമായി മരണവേദനപ്പെടുന്ന പ്രത്യേകമായ ശബ്ദങ്ങൾ കേൾക്കുവാൻ കഴിയും. നാവ് കടിക്കുകയും പല്ല് കടിക്കുകയും ചെയ്യുന്ന രോഗികളുടെ ചില ശബ്ദം കേൾക്കുവാൻ കഴിയും. അത് മരണത്തിന് അവസാന നിമിഷങ്ങൾ പോലെയാണ്. എന്നാൽ ഇവിടെ പറയുന്നത് നോക്കൂ, അവർ കഷ്ടത നിമിത്തം നാവ് കടിച്ചുകൊണ്ട്, ആര്? ആശുപത്രിയിലാക്കിയിരിക്കുന്നവരെ കുറിച്ചല്ല. അന്ന് ആശുപത്രിയുടെ സംരക്ഷണമൊന്നും ഉണ്ടായിരിക്കുകയുമില്ല. കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവാൽ നിലവിളിക്കുന്നു. വാക്യം ആവർത്തിക്കട്ടെ. അവർ കഷ്ടത നിമിത്തം നാവ് കടിച്ചുകൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവാൽ സ്വർഗത്തിലെ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളെ വിട്ട് മാനസാന്തരപ്പെട്ടില്ല. ദൈവസഭയോട് ഇന്ന് പറയുന്നത് ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആത്മാവ് സഭകളോട് പറയുന്നു, മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക. ഈ കൃപായുഗത്തിൽ മാനസാന്തരം എന്ന് പറയുന്നത് ദൈവസഭയ്ക്കോട് സകല ജനത്തോടുമുള്ള ദൈവത്തിന്റെ സദ്വർത്ഥമാണ് മാനസാന്തരം. മാനസാന്തരപ്പെട്ട് ജീവനായകനായ യേശുക്രിസ്തുവിൽ കൂടെ നിത്യജീവൻ അവകാശമാക്കുക. എന്നാൽ ഇവിടെ ഇതാ അന്ന് മാനസാന്തരപ്പെടുവാൻ അവസരമുണ്ടാകുന്നില്ല. കാരണം അവരുടെ അകത്ത് ഭരിക്കുന്നത് പൈശാചികമായ ശക്തിയാണ്. പൈശാചികമായ ശക്തിയുടെ മുദ്രയാൽ അവർ മുദ്രയിടപ്പെട്ട് കഴിഞ്ഞു. അവർ പിശാചിൻ്റെതായ ആ പരമ്പരാഗതയ്ക്ക് അകത്ത് കിടക്കുന്നവരാണ്. ആ പിശാചിൻ്റെ അധീനതയാൽ ബന്ധിക്കപ്പെട്ടവരാണ്. അവർക്ക് മാനസാന്തരത്തിന് ഇടയില്ല. അവർക്ക് മാനസാന്തരപ്പെടാനുള്ള മനസ്സില്ല. അവർ കഠിനമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് വന്നാലും, മരണകരമായ ഏത് വ്യാധി വന്നാലും, കഷ്ടനിമിത്തം നാവ് കടിച്ചുകൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും നിമിത്തം നിലവിളിച്ചാലും മാനസാന്തരപ്പെടുന്നില്ല എന്നാണ് ഇവിടെ വായിച്ചത്. ഇതെങ്ങനെ സംഭവിക്കുന്നു? ശരീരത്തിൽ ഏൽക്കുന്നതായ ആ എതിർക്രിസ്തുവിൻ്റെ മുദ്ര കാരണം ഹേതുവായി കാലാവസ്ഥയിൽ വരുന്ന വ്യത്യാസവും ശരീരത്തിൽ ഊഷ്മാവ് കൊണ്ടല്ലാത്തതായ ചൂടിൻ്റെ കാഠിന്യ നിമിത്തവും ഈ വെരിച്ചിപ്പ് എന്ന് പറഞ്ഞ അകത്ത് കയറ്റുന്നതായ ചിപ്പുകൾ, അതിൽ ഉണ്ടാകുന്ന റേഡിയേഷൻ, അതിൻ്റെതായ ഭവിഷ്യത്തുകൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് അത്യുഷ്ണമുണ്ടാക്കിയിട്ട് ശരീരം ദുർവ്രണമായി തീരും. ഇത്രയും ഭീകരമായ ഒരു നാളാണോ വരുന്നത്? അതെ. ശ്രാവക യോഹന്നാൻ വിളിച്ചു പറയുന്നതായ രംഗം നിങ്ങൾ ഓർക്കുന്നു. സർപ്പസന്തതികളെ, വരുവാനുള്ള ന്യായവിധിയെ ഒഴിഞ്ഞു മാറുവാൻ നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ചെന്നവനാ. അതിൻ്റെ കാരണം ഇതാണ്, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത ഭയങ്കര ന്യായവിധിയുടെ ഒരു രാത്രി വരുന്നു. ആ രാത്രി വരുന്നതിന് മുമ്പ് പകലുള്ളിടത്തോളം അയച്ചവന് പ്രവൃത്തി ചെയ്യുക. അതാണ് ഇന്നത്തെ സുവിശേഷീകരണം. പ്രിയമുള്ളവരെ, ഇത് ഞാൻ പറയുമ്പോൾ ഈ സഭായുഗത്തിൽ ജനത്തിനിടയിൽ നടക്കുന്ന കാര്യമല്ല. സഭായുഗത്തിൽ അംഗങ്ങളായിരിക്കുന്ന എക്ലീഷ്യ എന്ന ഈ സഭാ, ഈ മെമ്പേഴ്സ്, ഈ വിശുദ്ധന്മാരെ അതിവിസ്തൃതമായ സ്വർഗീയ സാമ്രാജ്യത്തിന്റെ ഒരു ഭാഗത്തേക്ക്, ഇവിടേക്ക് കയറി വരുവന് എന്നുള്ളതായ കാഹളത്വനിയോടുകൂടി വിളിച്ച് ചേർക്കപ്പെട്ടതിന് ശേഷം ദൈവത്തിന് ന്യായവിധി ഭൂമിയിലേക്ക് നീട്ടുകയാണ്. ദൈവത്തിൻ്റെ ക്രോധകലശം ഭൂമിയിലേക്ക് ഒഴിക്കപ്പെടുകയാണ്. അതാണ് ഇവിടെ വായിച്ചതായ ഈ വിഷയം. അപ്പോൾ 666 ഭീകര ഭരണാധികാരിയും എന്നുള്ള വിഷയത്തിൻ്റെ ഒരു ഗൗരവം ഇവിടെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഇനി ഈ മുദ്രയുടെ ഇതേ സ്വഭാവമുള്ള മറ്റൊരു
വിഷയം കൂടെ 9-ാം അധ്യായത്തിൽ നിന്ന് ചിന്തിക്കാം. അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടതായ മറ്റൊരു കാര്യമാണ്. 5-ാമത്തെ ദൂതൻ ഊതി വായിക്കാം. 5-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തു നിന്നും ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അഗാധ കൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. ആ വീണ് കിടക്കുന്ന നക്ഷത്രം അവനാണ്, അതല്ല. അതെന്ന് പറഞ്ഞ ഒരു വസ്തുതയല്ല, അവനാണ്. അപ്പോൾ അതൊരു വ്യക്തിയെ കാണിക്കുന്നു. അടുത്ത്, അവൻ അഗാധ കൂപം തുറന്നു. അഗാധ കൂപം തുറന്നു. ഉടനെ പെരുംചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. ഇവിടെ ഈ ചാർട്ടിന്റെ ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് തിരിക്കാം. ഭൂമിയുടെ അധോഭാഗം, ഏറ്റവും പുറത്തുള്ള ഇരുട്ടെന്നും തീ കൊണ്ട് തിളച്ചു മറിയുന്ന ഭാഗങ്ങളെന്നുമൊക്കെയും വായിക്കുന്നതായ ഭാഗം അഥവാ നരകസ്ഥലങ്ങൾ. ആ നരകസ്ഥലങ്ങളിൽ ഏറ്റവും പുറത്തുള്ള ഇരുട്ടെന്ന് പറയുന്ന അഗാധ കൂപമാകുന്ന പാതാള കൂളിപ്പടകളാകുന്ന അദൃശ്യ ശക്തികളാകുന്ന സാത്താന്യ ശക്തികൾ കൂട്ടം കൂടി കിടക്കുന്ന ഒരിടമാണ്. അവിടെ നിന്നും ഭൂമിയുടെ പുറന്തോട് തുറക്കപ്പെടുന്നു. അത് വിണ്ടു കീറി മാറുന്നതായിരിക്കാം. അവിടെ നിന്നും വെട്ടുകിളികൾ പറ്റം പറ്റമായി പുറത്തേക്ക് വരികയാണ്. ഇവിടെ ഒരു വെട്ടുകിളിയെ കാണിച്ചിട്ടുണ്ട്. അത് പുകയോടൊപ്പം ഭൂമിയിലേക്ക് വ്യാപരിക്കുന്നു. സാധാരണ പുകയെന്ന് പറയുന്നത് കൊതുകിനെ ഓടിക്കാനോ അല്ലെങ്കിൽ മറ്റ് കൊച്ചു കൊച്ചു പ്രാണികൾ ശല്യം ചെയ്യാൻ വേണ്ടി അതിനോട് എതിർത്ത് നിൽക്കുവാൻ വേണ്ടിയാണ്. കൂരിട്ടകന്ന ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടിരിക്കുന്നതായ അതിശക്തമായ ജീവികളാണ്. അത് പറ്റം പറ്റമായി ഭൂമിയിലേക്ക് വരുന്നു. അതിൻ്റെ വരവോടൊപ്പം തന്നെ പുകപടലങ്ങളാൽ ഭൂമി മുഴുവൻ അന്ധകാരവുമാകും. അന്ധകാരമാക്കി കൂരിട്ടാക്കിക്കൊണ്ട് ഇതിനിടയിൽ വന്ന് കുത്തുകയാണ്. ഇനി അതിൻ്റെ വിഷയത്തിന് ഗൗരവം വായിക്കാം. 9-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം മുതൽ. പുകയിൽ നിന്ന് വെട്ടുകിളി ഭൂമിയിൽ പുറപ്പെട്ടു. വെട്ടുകിളികൾ അല്ലെങ്കിൽ ലോക്കറ്റ്സ് എന്നാണ് ഒറ്റ വാക്കായിട്ടാണ് ഇവിടെ വായിക്കുന്നത്. അതങ്ങനെയല്ല. അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. വ്യത്യാസം നോക്കൂ. ഭൂമിയിലുള്ള തേളിനുള്ള ശക്തി ലഭിച്ചു. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന് അതിന് കൽപ്പനയുണ്ടായി. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്ര ഇല്ലാത്ത മനുഷ്യർക്കല്ലാതെ. അപ്പോൾ ദൈവത്തിന് മുദ്ര ലഭിച്ചവർ മണവാട്ടി സഭയുടെ അംഗങ്ങളല്ല. അവർ പ്രത്യേക സംരക്ഷണ മുദ്രയാൽ മാറ്റപ്പെട്ടിരിക്കുന്നവരാണ്, ഭൂമിയിലുള്ളവരാണ്. ആ മുദ്ര ഏൽക്കാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായതിനും വൃക്ഷത്തിനും കേടുവരുത്തരുത്. സാധാരണ വെട്ടുക്കിളികൾ എന്ന് പറഞ്ഞാൽ അതിന് പടങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ വെട്ടുക്കിളികൾ ഭൂമിയിലെ പച്ചയായ പുല്ലും മരത്തിൻ്റെ തോലും അതിൻ്റെ ഇലയും ഒക്കെ തിന്ന് നശിപ്പിക്കുന്നതാണ്. പക്ഷേ ഇതിന് പുല്ലും വേണ്ട, മരവും വേണ്ട, മരത്തിൻ്റെ ഒന്നും വേണ്ട. ഇതിന് വേണ്ടത് മനുഷ്യനെയാണ്. ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. 5-ാം വാക്യം. അവരെ കൊല്ലുവാനല്ല, 5 മാസം ദണ്ഡിപ്പിക്കുവാനത്രേ അതിന് അധികാരം ലഭിച്ചു. 5 മാസം മനുഷ്യനെ ദണ്ഡിപ്പിക്കുവാൻ വേണ്ടി അധികാരത്തോടുകൂടെ പറന്നു വരുന്നതായ പാതാള ശക്തികളാകുന്ന കൂളിപ്പടകൾ പോലെ പറന്നു വരുന്ന വെട്ടുകിളികൾ. ആ വെട്ടുകിളികൾ എന്ന പേര് പറഞ്ഞാൽ ഇതിന്റെ സ്വഭാവവും ഇതിന്റെ ആകൃതിയും കണ്ടാൽ പറന്നു വന്ന് കുത്തുന്ന പറക്കും തേളുകളാണ്. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോൾ ഉള്ള വേദന പോലെ തന്നെ. തേൾ മനുഷ്യനെ കുത്തുമ്പോഴുള്ള വേദന പോലെ തന്നെ. അടുത്ത്, അതായത് തേൾ മനുഷ്യനെ കുത്തിയാൽ അതിന്റെ വേദന എങ്ങനെ ഇരിക്കുമെന്ന് കുത്തുകൊണ്ടവർക്ക് മാത്രമേ അറിയാവൂ. ഈ കേൾക്കുന്നവർക്കോ പറയുന്ന എനിക്കോ ആ അനുഭവം ഉണ്ടെന്ന് അറിയാം. ഈ ഭൂമിയിലുള്ള പലർക്കും തേളിന്റെ കുത്ത് കിട്ടിയിട്ടുള്ളവരുണ്ട്. കുത്ത് കിട്ടിയാൽ അത് ഉഗ്രം വിഷപ്പാമ്പിനേക്കാൾ വിഷമേറിയതാണ് മുറ്റടിച്ച കരിന്തേളിന്റെ കുത്തെന്നും അതിൻ്റെ വേദന കൊണ്ട് മനുഷ്യൻ വല്ലാതെ തുള്ളിച്ചാടുമെന്നാണ് പറയുന്നത്. അത്രയും ഭീകരമായ അനുഭവം ഉണ്ടാകുന്നതായ വിഷമാണ് ഈ പറന്ന് വന്ന് കുത്തുന്ന വെട്ടിക്കിളികൾ അല്ലെങ്കിൽ പറക്കും തേളുകളാലുള്ള കുത്തെങ്കിൽ അത് ആർക്ക് സഹിക്കുവാൻ കഴിയും? താഴോട്ട് വായിക്കാം. ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും. ഒരു കുത്ത് കിട്ടിയാൽ അല്ലെങ്കിൽ കുത്ത് കിട്ടുന്നവൻ എന്തെങ്കിലും അതിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞാൽ, അയ്യോ അതിൻ്റെ കുത്ത് കിട്ടാതെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് തൊലഞ്ഞാൽ മതിയായി, ഇവിടെ നിന്ന് മരിച്ചാൽ മതിയാകും എന്ന് ചിന്തിക്കും. അത്രയും ഭയങ്കരമായ വേദനയായിട്ടാണ് പറയുന്നത്. വായിക്കാം.
ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, മനുഷ്യൻ മരണം അന്വേഷിക്കും, കാണുകയില്ല താനും. മരിക്കുവാൻ മേടിക്കും എന്ന് പറഞ്ഞാൽ തൂങ്ങി ചാകണമെന്ന് ആഗ്രഹിച്ചാൽ കയറ് പൊട്ടി താഴെ വീണ് അസ്ഥിയും പൊട്ടി തലയും പൊട്ടി അവിടെ കിടന്നാൽ ആള് ചാകത്തില്ലെന്ന്. കുറച്ചുകൂടെ വിഷം വാങ്ങിച്ച് കുടിച്ച് ചാവെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആത്മഹത്യയിൽ കൂടെ ചാകത്തില്ല എന്ന് പറയാൻ ചാകാൻ ദൈവം അനുവദിക്കത്തില്ല. അവൻ ഇങ്ങനെ വേദന അനുഭവിക്കണമെന്നാ. ബാക്കി വായിക്കും. ആ കാലത്ത് മനുഷ്യൻ മരിക്കുവാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. മരണം അവരെ വിട്ട് ഓടിപ്പോകും. വെട്ടുക്കിളിയുടെ രൂപം, വെട്ടുകിളിയുടെ രൂപം, അതാണ് വിഷയം. ചമയിച്ച കുതിരയ്ക്ക് സമം. കുതിരയുടെ ബോഡി പോലെ അതിശക്തിയുള്ള ഒരു ശരീരം. അപ്പോൾ തന്നെ കൈക്കകത്ത് ഒതുങ്ങാവുന്നുള്ള ചെറിയൊരു പക്ഷി പോലെ വരുന്നതാണ്. ഒരു 5 ഇഞ്ച് 6 ഇഞ്ച് നീളത്തിനകത്ത് എല്ലാം ഒതുങ്ങുന്ന ചെറിയൊരു പക്ഷിയെ പോലെയാണ്. പക്ഷെ വാലുണ്ട് അതിന്. തലയിൽ പൊൻകിരീടം ഉള്ളതുപോലെയുണ്ട്. അപ്പോൾ ശക്തിയേറിയ കുതിരയുടെ ഒരു അനുഭവം അതിനകത്ത് കാണാം. പിന്നെ വായിച്ചതോ, തലയിൽ പൊൻകിരീടമുള്ളത്. തലയിലുള്ള പൊൻകിരീടം എന്ന് പറഞ്ഞാൽ അധികാരത്തെ കാണി. 5 അധികാരത്തോടുകൂടെ ആർക്കും തല്ലിക്കൊല്ലാനോ അടിച്ചു കൊല്ലാനോ പുകച്ചു ചാടിക്കാനോ ഒന്നും ഒക്കെയില്ല. അത് ഏത് വീട് അടച്ചുപൂട്ടി അകത്ത് നാവിച്ചാലും ആള് പുറത്തിറങ്ങണ്ടേ, അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ കൂടിയോ ഏതെങ്കിലും ഇടവിൽ കൂടി അകത്തേക്ക് കയറും. ഏതെങ്കിലും സമയത്ത് അത് തുറന്നു കഴിഞ്ഞാൽ തുറക്കുന്നതിന് മുമ്പ് പറ്റമായിട്ട് അകത്തേക്ക് ചാടി കയറും. അങ്ങനെയുള്ളതായ വിഷത്തേളുകളാകുന്ന വെട്ടുകളികൾ. അതിന്റെ തലയിൽ പൊൻകിരീടം ഉള്ളതുപോലെ അധികാരമുണ്ട്. അതിനെ തകർക്കാനും കഴിയില്ല. രാജകിരീടം പോലെ കിരീടം അധികാരത്തോടുകൂടെ വരുന്നു. മുഖം മനുഷ്യമുഖം പോലെ എന്ന് പറഞ്ഞാൽ പുരുഷത്വം കാണിക്കുന്ന പുരുഷമുഖം പോലെ ആകർഷകമായ ബുദ്ധിവൈഭവത്തോട് വരുന്നു. അതിന്റെ കമ്പ്യൂട്ടറൈസ് ഉപകരണം പോലെയൊക്കെ അത് ചിന്തിച്ചു പോകും. അത്ര ഭയങ്കരമായ നിലയിലാണ് വരുന്നത്. അടുത്ത് സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട്. അതിന് സ്ത്രീകളുടെ മുടി പോലെ മുടിയുണ്ടെന്ന്. പുരുഷന്റെ മുഖവും സ്ത്രീയുടെ മുടിയും എന്ന് പറയുന്നത് എന്നെ നോർത്ത് ഇന്ത്യയിലെ വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ചിട്ടുള്ളവർക്കറിയാം. ഒരു പ്രത്യേക രീതിയിലുള്ള മനുഷ്യനുണ്ട്. ഒരു മനുഷ്യൻ അവരെ സ്വീകരിക്കത്തില്ല. ഒരു വീട്ടിലും കയറ്റി ഒരു ഗ്ലാസ് ചായ കൊടുക്കത്തില്ല. അവരെ എങ്ങനെയെങ്കിലും തല്ലി ഒഴിക്കാൻ ശ്രമിക്കും. ഒരു പ്രത്യേകമായ രീതിയിൽ അറപ്പും വെറുപ്പുമുള്ള ഒരു മനുഷ്യനാണ്. അതുപോലെ ഇവിടെ പറയുന്നു പുരുഷ മുഖമുണ്ട്, സ്ത്രീയുടെ മുടിയുണ്ട്. സ്ത്രീകൾക്ക് മുടി തലയിൽ അലങ്കാരമാണ്, സൗന്ദര്യമാണ്. പക്ഷെ ഇവിടെ പറയുന്നത് അശുദ്ധിയെ കാണിക്കുന്നു. ആ വിഗ്രഹാരാധനയും മന്ത്രവും നിലനിൽക്കുന്നതായ ആ സാത്താന്യ ശക്തിയുടെ വ്യാപാര നാളുകളിൽ അന്നത്തെ ആ മനുഷ്യനിൽ വന്ന് മുറിവേൽപ്പിക്കുന്ന കുത്തുന്നതായ ഈ ജീവി അശുദ്ധ ജീവിയായിട്ടാണ്. അതാണ് കാണുന്നത്. അടുത്ത് വായിക്കൂ. പല്ല് സിംഹത്തിന്റെ പല്ല് എങ്കിലും പറയുന്നു അതിന്റെ പല്ല് സിംഹത്തിന്റെ പല്ല് പോലെ. പുരുഷമുഖം കൊണ്ട് അധികാരത്തോടുകൂടെ കിരീടമുണ്ട്. അത് സിംഹത്തിന്റെ പല്ലുണ്ട്. സിംഹത്തിന്റെ പല്ലെന്ന് പറഞ്ഞാൽ ഏത് ഇരയാക്കേണ്ടതായ ജന്തുവിനെയും മൃഗത്തെയും കടിച്ച് മാംസം തിന്നുകയും അതിൻ്റെ അസ്ഥികളെ കടിച്ചുടച്ച് മജ്ജയകത്താകത്തക്കവണ്ണം ബലവത്തായ പല്ല്. അതുപോലെ ചെറിയ ജീവിയാണെങ്കിലും ബലവത്തായ കൂർത്തുമൂർത്ത പല്ലുകൾ ഇതിനുണ്ട്. ഇരുമ്പ് കവചം പോലെ കവചമുണ്ട്. എന്ന് പറഞ്ഞാൽ എന്തോ അതിന് പറയാനാ. തല്ലിക്കൊന്നാൽ ചാകത്തില്ല, വെട്ടിമുറിച്ചാൽ മുറിയത്തില്ല. അപ്രകാരം അത്രത്തോളം ബലവത്തായ ശരീരപ്രകൃതി. ചിറകിന്റെ ശബ്ദം യുദ്ധത്തിന് ഓടുന്ന അനേകം അശ്വരഥങ്ങളുടെ ശബ്ദം പോലെ ആയിരുന്നു. യുദ്ധത്തിന് ഓടുന്ന അനേകം യുദ്ധക്കുതിരകളുടെ ശബ്ദം പോലെ എന്ന് പറഞ്ഞാൽ ഹുങ്കാര ശബ്ദത്തോട് പറന്നു വരുന്നു. ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഭയമാണ്. ഇപ്പോൾ ഒരു കൊതുക് അതിന്റെ ശബ്ദം പുറപ്പെടുവിച്ചിട്ടും മൂളിച്ചയോടുകൂടെ ശരീരത്തിൽ ഒരു കുത്തുമ്പോൾ തന്നെ നമുക്ക് അസ്വസ്ഥ ഉണ്ടാകുന്നുവെങ്കിൽ, വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് പറന്നു വന്ന് കുത്തുന്ന ഒരു കൊതുകിന്റെ കുത്തേൽക്കുവാൻ പോലും നമുക്ക് ഒരു പ്രയാസമാകുന്നുവെങ്കിൽ, ഓർക്കപ്പുറത്ത് ഒരു കുത്തിയാൽ ശരീരത്തിൻ്റെതായ ആ വിറയലും ഉടച്ചിലും അടിയൊക്കെ അന്നേരം ഉണ്ടാകുന്നുവെന്ന് ഓർക്കാൻ കഴിയും. അപ്പോൾ ഈ ജന്തു വന്ന് കുത്തിയാലോ എന്ത് ചെയ്യും? തേളിനുള്ളതുപോലെ വാലും വിഷമുള്ളും. അതിന് വിശദീകരണം. തേളിനുള്ളതുപോലെ ഒരു വാലും, പിന്നെ വാലിൽ ഒരു വിഷമുള്ളും, തേളിനുള്ളതുപോലെ വിഷമുള്ളുമുണ്ട്. അതിന്റെ ഇവിടെ ശ്രദ്ധിക്കൂ. അടുത്ത സമയത്ത് ഇറങ്ങിയതായ സ്വഭാവത്തിൽപ്പെട്ടതായ ഒരു വെട്ടുകിളിയാണ്. ഈ പറയുന്നതിന്റെ എല്ലാ സ്വഭാവങ്ങളും ഇല്ലായെങ്കിലും ഇരുമ്പ് കവചം പോലെ ബലവത്തായ ഒരു ബോഡിയെ ഇവിടെ കാണാം. പുരുഷ മുഖം പോലുള്ള ഒരു മുഖം അതിനുണ്ട്. ഹെൽമറ്റ് ധരിച്ചതുപോലെ ഒരു തല അതിൽ കാണാം. കവചിത രൂപം കാണാം. വാൽ അല്പം കൂടെ നീണ്ടു വന്ന ഒരു മുള്ളുകൂടെ ഉണ്ടെങ്കിൽ അസൽ തേളിനുള്ള ഒരു വാലുവാകും.
ഈ പറയുന്ന ജീവി അല്ല എങ്കിലും അതേ രൂപ സാദൃശ്യത്തിലുള്ള വെട്ടുകിളികൾ പലയിടത്തും നിന്ന് ഇറങ്ങുന്നുണ്ട്. എന്നാൽ ഈ പ്രവചന വെട്ടുകിളി മഹാപീഡന കാലഘട്ടത്തിൻ്റെ ഏകദേശം മധ്യഭാഗത്തോട് അടുക്കുന്ന സമയം ഭൂമിയിൽ നിന്നും അഗാധത്തിൽ നിന്നും പുറത്തേക്ക്, ഭൂമിയുടെ പുറന്തോടുമാറി ഈ അമ്പാറ്റ കോടാനുകോടികളായി പുറത്തേക്ക് വരുന്നത് പോലെ അഗാധത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഇതുണ്ടെങ്കിൽ അല്പകൂടെ വ്യത്യാസത്തിൽ ആ ജീവി വേഗത്തിൽ വെളിപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മനുഷ്യരെ 5 മാസം ഉപദ്രവിക്കുവാൻ, മനുഷ്യനെ 5 മാസം ഉപദ്രവിക്കുവാൻ അതിനുള്ള ശക്തി വാലിൽ ആയിരുന്നു. അതിനുള്ള ശക്തി വാളിൽ ആയിരുന്നു. അപ്പോൾ 9-ാം അധ്യായത്തിൽ പറയുന്ന വെട്ടുകളെ ഭീകര ജന്തുവപ്പോൾ പറന്നെത്തും തേൽസമം കുത്തിയിടുവാൻ, വേദനയാൽ പിടയും കുത്തേൽക്കുവോർ ചാകുവാൻ ആഗ്രഹിക്കും, ചാപവർ കന്യമാകും തങ്ങൾ ദന്തവും കടിച്ചു താൻ പ്രാകും മഹേശനെ എന്നാണ് കവി പാടിയിരിക്കുന്നത്. അപ്പോൾ പല്ലുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് വേദന സഹിക്കവയ്യാതെ കുത്തേൽക്കുന്നവർ ഒരു കുത്തുകൊണ്ട് 5 മാസം വേദനയാൽ പിടയും. ഒന്നിനു പുറകെ ഒന്നായി പല ജീവികൾ വന്ന് കുത്തിയാൽ വേദനയുടേതായ അപാരത്വം എത്ര വലുതാണ്, പക്ഷെ മരിക്കുകയില്ല. സിംഹത്തിൻ്റെ ബലത്തോടുകൂടിയ പല്ലോടുകൂടെ അതിവേഗത്തിൽ പറന്നു വന്ന് ഒരു കടിയും വാലുകൊണ്ട് ഒരു കുത്തുമ്പോൾ കടിയാൽ ഉണ്ടാകുന്നതായ ആഘാതവും കുത്തിൽ അകത്തേക്ക് സ്പ്രേ ചെയ്യുന്ന വിഷവും കൂടെ അവിടെ സെപ്റ്റിക്കായി അത് ദുർവർണ്ണമുണ്ടാക്കും. നേരത്തെ മുദ്രയേൽക്കുന്ന 666 വിവിധ നിലയിൽ മുദ്രയേൽക്കപ്പെടുന്നവർ വേദനയാൽ പിടയുന്നതായ കാര്യമായി ചില ദുർവർണ്ണത്താൽ. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇങ്ങനെ പറന്നു വന്ന് ഒരു കടിയും ഒരു കുത്തും കൂടെ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയും അതിൻ്റെ നീരും അതിൻ്റെതായ ആ അസ്വസ്ഥതകളും അവിടുത്തെ പാടും അത് ദുർവർണ്ണവുമായി തീരുമ്പോൾ മനുഷ്യന്റെ ശരീരത്തിൻ്റെ അവസ്ഥ എന്ന് ഓർക്കാൻ കഴിയുമോ? പ്രിയരെ, ഇതാണ് മഹാപീഡന കാലഘട്ടത്തിൽ ദൈവം വച്ചിട്ടുള്ളതായി ദണ്ഡനോപാധിയെങ്കിൽ ഇത് അറിഞ്ഞാണോ മനുഷ്യൻ ഇന്ന് ദൈവത്തെ സേവിക്കുന്നത്? ദൈവത്തെയും പകച്ച് ദൈവത്തിന് നാമം പറയുകയല്ലാതെ യഥാർത്ഥ സത്യമായ ഒരു ജീവിതം, വിശുദ്ധമായ ഒരു ജീവിതം, ദൈവഭയത്തോടുള്ള ജീവിതം നയിക്കുന്നു. കാരണം ഇങ്ങനെയുള്ള കാര്യം അറിയത്തില്ല, അതുകൊണ്ടാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ വായിച്ചു തുടങ്ങുന്നത്, അതിൻ്റെ 3-4 വാക്യങ്ങൾ വായിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. ദൈവസഭയുടെ ഉൽപ്രാപണത്തിന് സമയം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. വെളിപ്പാട് പുസ്തകം എന്ന മഹൽ പ്രവചന ഗ്രന്ഥത്തിൽ പ്രവചനങ്ങളുടെ പ്രവചന പൊരുളായിരിക്കുന്ന, പ്രവചനങ്ങളുടെ ശിരസ് പോലെ ആയിരിക്കുന്ന ഈ വെളിപ്പാട് പുസ്തകത്തിലെ പ്രവചനം വായിച്ച് കേൾപ്പിക്കുന്നവനും അത് കേൾക്കുന്നവരും അതനുസരിക്കുന്നവരും ഭാഗ്യവാന്മാരെന്ന് പറയേണ്ട കാരണം എന്താണെന്ന് അറിയാമോ? സഭായുഗത്തിൽ ദൈവഭയത്തോടുകൂടെ അല്ലാതെ വക്രതയിലും പാപത്തിലും ജീവിക്കുന്ന വിശ്വാസികൾക്ക് ശരിക്കുള്ള ഒരു മാനസാന്തര ജീവിതത്തോടുകൂടെ ദൈവത്തെ സേവിക്കാൻ കഴിയും. അതുകൊണ്ട് പറയുന്നു, ഇത് വായിച്ച് കേൾപ്പിക്കണം. ഇതിൻ്റെതായ ഭീകരത്വം എന്താണെന്ന് വിശ്വാസികൾ അറിയണം. ഒന്നും അറിയാതെ കർത്താവിൻ്റെ അനുഗ്രഹവും കർത്താവിൻ്റെ നന്മയും മാത്രം പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ കൂമ്പാരമായി സമൃദ്ധിയുടെ അനുഭവത്തിൽ ഇവിടെ കാലങ്ങൾ കഴിച്ചു കൂട്ടാം. അത് കഴിഞ്ഞാൽ ശവക്കുഴിക്കപ്പുറം ആർക്കറിയാം? ഇന്ത്യയല്ല നമുക്ക് വേണ്ടത്. ശവക്കുഴിക്കപ്പുറമുള്ള ഒരു നിത്യജീവന് വേണ്ടി ഒരുങ്ങുന്നവർക്ക് വേണ്ടി ഒരുക്കുവാൻ വേണ്ടിയുള്ള ഒരു ദൂതും കൂടെയാണെന്ന് ഏവരും അറിഞ്ഞുകൊള്ളട്ടെ. ഇവിടെ 666 എന്നുള്ള നമ്പരും അതിൻ്റെ മുദ്രയും എതിർക്രിസ്തു എന്ന ഭരണാധികാരിയും എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരു പാട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞതാണ്. എന്നാൽ ഒരു കാര്യം അതിനുള്ള ബന്ധത്തിൽ ഓർപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ന് സാധാരണയായി ഏത് കടകളിൽ നിന്നും വാങ്ങുന്നതായ സാധനം, അത് ചെറിയൊരു പേനയാകാം, വളരെ വിലയുള്ള സാധനമാകാം, വലുതും ചെറുത് ഏതുമാകാം, യൂണിവേഴ്സൽ കോഡായ ബാർകോഡ് അതിനകത്ത് ഉൾപ്പെടുത്തും. ആ ബാർകോഡ് എൻ്റെ ഈ കൈവശം കാണുന്ന ഈ ചെറിയ സാധനത്തിൻ്റെ പുറത്ത് പതിപ്പിച്ചിട്ടുണ്ട്. അത് വലുതാകാം, ചെറുതാകാം, നീണ്ടതാകാം, കുറിയതാകാം, പല ഷേപ്പിലുള്ള ബാർകോഡുണ്ട്. ഇവിടെ പ്രത്യേക രീതിയിലുള്ള ഒരു കോഡാണ് കാണുന്നത്. എന്നാൽ അസൽ ബാർകോഡ് തന്നെ ഇവിടെ കാണുന്നു.
നമ്മൾ ഉപയോഗിക്കുന്നതായ മൊബൈൽ അതിൻ്റെ ബാറ്ററി തുറന്നാൽ അതിനകത്ത് പല രീതിയിലുള്ളതായ ബാർകോഡുകൾ കാണുവാൻ കഴിയും. അതിൽ ഒന്ന് ഇപ്രകാരവുമായിരിക്കും. നിങ്ങൾ സൂക്ഷ്മമായി നോക്കിയാൽ ഈ ബാർകോഡിൻ്റെ ആദ്യവും മധ്യവും അവസാനവും 3 തിന്നായ ബാറുകൾ നീണ്ടു കിടക്കുന്നതായി കാണാം. മറ്റെല്ലാ ബാറുകളെക്കാളും കനം കുറഞ്ഞതും വാല് നീണ്ടതുമായ 3 ബാറുകൾ. ആ 3 ബാറിന് മാത്രം നമ്പറുകൾ കാണുകയില്ല, ബാക്കി എല്ലാ ബാറുകൾക്കും നമ്പറുകളുണ്ട്. ഈ 3 ബാർ വിളിച്ചറിയിക്കുന്നത് ഇൻവിസിബിൾ നമ്പറായ 666 എന്നാണ്, അഥവാ 666. 666 എന്ന നമ്പറാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എല്ലാ ബിസിനസ്സുകാരും അവരുടെ ബിസിനസ് പ്രൊഡക്റ്റ് ആയിരിക്കുന്ന ഏത് സാധനത്തിൻ്റെയും ക്വാണ്ടിറ്റി, ക്വാളിറ്റി, വില, ടാക്സ്, ലാഭം എല്ലാം ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. എല്ലാം ഈ ബാർകോഡിനകത്തുണ്ട്. അപ്പോൾ 666 നമ്മുടെ വാതുക്കലായിരിക്കുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ പേനകൾ വരെ ആ ബാർകോഡ് കാണുവാൻ കഴിയുന്നു. എല്ലാ സാധനങ്ങളിലും ഈ ബാർകോഡുണ്ട്. അപ്പോൾ ഈ ബാർകോഡാകുന്ന ആന്റി ക്രൈസ്റ്റിന്റെ ഒരു നമ്പർ കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. അധികം താമസിയാതെ ഈ നമ്പറായിട്ടോ നമ്പറിന്റെ ഉടയവന്റെ പേരായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുദ്രയായിട്ടോ നമ്മുടെ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ എന്നായിരിക്കുന്ന മനുഷ്യന്റെ വലം കൈമേലോ നെറ്റിമേലോ സ്ഥാപിക്കപ്പെടും. ഇതിൽ നിന്നെന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവ് യേശു വാതിക്കലായിരിക്കുന്നു. എതിർക്രിസ്തു വെളിപ്പെടുന്നതിന് മുമ്പേ സാക്ഷാൽ മശിഹ തനിക്കുള്ള മണവാട്ടിയായ എക്ലേഷ്യ ഇവിടുന്ന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് തട്ടിക്കൊണ്ടുപോകും. അതിനാണ് കാഹളം ധരിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുങ്ങുകയും ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ചിന്തിച്ചതായ വിഷയത്തിന് തുടർച്ചയായി അല്പഭാഗം കൂടെ ചിന്തിക്കാം. 7-ാം അധ്യായം വിട്ടുകളഞ്ഞതുപോലെ നിങ്ങൾക്ക് തോന്നിയല്ലോ. എന്നാൽ അത് വിശദമായിട്ടല്ല എങ്കിലും ഒരു പഠന വിഷയമായി നമുക്കെടുക്കാം. ആ 7-ാം അധ്യായം തുടങ്ങുന്നത് അതിൻ്റെ ശേഷം, അതായത് 6-ാം മുദ്ര ഭേദിച്ച് വലിയ ഭൂകമ്പവും അതിൻ്റെ ഭവിഷ്യത്തുകളും നടന്നതിന് ശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിൽ നിൽക്കുന്നത് കണ്ടു. ഭൂമിയുടെ 4 കാറ്റ് എന്നുള്ളതിന് ഇത് പല വ്യാഖ്യാനം കൊടുക്കാറുണ്ട്. ഒന്ന്, ഭൂമിയിൽ അതിശക്തമായി അടിച്ചുയരുന്നതായ വൻ സുനാമികളാണ്. മറ്റൊന്ന്, കാറ്റ് യുദ്ധത്തെ കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സുനാമിയോടൊപ്പം തന്നെ വലിയ യുദ്ധങ്ങളെയും കാണിക്കുന്നു. അതിൻ്റെ വിശദീകരണം 8-ാം അധ്യായത്തിൽ തുടരുകയും ചെയ്യുന്നു. 144,000 പേരെ മുദ്രയിട്ട് വേർതിരിക്കുന്നു. ഇപ്പോൾ മുദ്രകൾ എന്നുള്ള വിഷയത്തിൽ നമ്മൾ കേന്ദ്രീകരിച്ചിരിക്കുന്നു. 144,000 പേരെ മുദ്രയിട്ട് വേർതിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ 7-ാം അധ്യായത്തിൽ പറയുന്ന മുദ്രയിടപ്പെട്ടവർ ആരാണ്? ഒരു സംശയവുമില്ല. ആരുടെയും ഒരു വ്യാഖ്യാനം കൂടെ ആവശ്യമില്ല. കാരണം അത്രത്തോളം ഇത് വിഷയം വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വെളിപ്പാട് പുസ്തകത്തിന് ഒരു പ്രത്യേകത, മനുഷ്യനെ ഗ്രഹിക്കുവാൻ പ്രയാസമെന്നും വ്യാഖ്യാനിച്ചാൽ തെറ്റുമെന്നും തോന്നാവുന്ന വിഷയങ്ങളുടെ മേൽ ഈ വെളിപ്പാടുകൾ വെളിപ്പെടുത്തി കൊടുത്ത ക്രിസ്തു തന്നെ വ്യക്തമായി അത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിൻ്റെ വ്യാഖ്യാനം പല സ്ഥലങ്ങളിലും കാണുവാൻ കണ്ടു കഴിഞ്ഞു. ഇനി ചിലത് നമ്മൾ കാണുന്നു. 7-ാം അധ്യായത്തിൽ ഇസ്രയേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്നും മുദ്രയേറ്റവർ 144,000 പേർ എന്ന് 4-ാം വാക്യത്തിൽ വായിച്ചിരുന്നു. അത് 5 മുതൽ തുടർച്ചയായി 8-ാം വാക്യം വരെ 9-ാം വാക്യം വരെ നമ്മൾ നോക്കിയാൽ അത് ഏതൊക്കെയാണെന്നും, യഹൂദ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000, അടുത്ത് രൂബേൻ, ഗാദ്, ആശേർ, നഫ്താലി, മനശ്ശെ, ശിമയോൻ, ലേവി, ഇസാഖാർ, സെബുലൂൻ, യോസേഫ്, ബെന്യാമീൻ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000 എന്ന് പറഞ്ഞാൽ ഓരോ ഗോത്രത്തിൽ നിന്നും 12,000 വെച്ച് 12 ഗോത്രത്തിൽ നിന്നുമായി മുദ്ര ഇടപ്പെട്ട എണ്ണമാണ് 1,44,000. ഇത് ഭൂമിയിലെ മറ്റുള്ളവരെ കുറിച്ചല്ല, യഹൂദന്മാരെ കുറിച്ച് പറയുന്നു, ഇസ്രയേലിനെ കുറിച്ച് പറയുന്നു. അത് മറ്റാർക്കും ഇവയെക്കുറിച്ച് വ്യാഖ്യാനിക്കേണ്ട കാര്യമല്ല. അതങ്ങനെ പോകട്ടെ.
9-ാം വാക്യം, ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്ന് ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഈ കൂട്ടം ഏതാണ്? ആർക്കും എണ്ണിക്കൂടാത്ത വണ്ണമുള്ള ഒരു മഹാപുരുഷാരം എന്ന് പറയുന്നിരിക്കുന്ന ഈ കൂട്ടമാരാണ്. അതും ഒരു വ്യാഖ്യാനത്തിനും പോകണ്ട, വിഷയം വ്യക്തമാണ്. ഇതിൻ്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്ന് ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം, ഇവർ വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് കണ്ടു. രക്ഷ എന്നുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. ഇത് വേറെ ആരാണെന്നറിയാമോ? 5-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ 11-ാം വാക്യം പ്രകാരമാണ്, അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ള നിലയങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. മതപീഡയിൽ കൂടെ മഹാപീഡന കാലഘട്ടത്തിൽ രക്തസാക്ഷികളായി വീണ്ടും വന്നു ചേരുവാനുള്ള ഒരു കൂട്ടമുണ്ടെന്ന് ഇവിടെ ഒരു അരുളപ്പാട് മുന്നമേ ഉണ്ടായി. അതിപ്രകാരമാണ് വായിച്ചത്, അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും, അതായത് ദൈവഭക്തി നിമിത്തം, മസിഹയുടെ പേര് നിമിത്തം, മസിഹ രാജ്യം സ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള ആ ആകാംക്ഷ വിശ്വാസ നിമിത്തം എതിർക്രിസ്തുവിനോടും എതിർക്രിസ്തുവിന്റെ മുദ്രയോടും പങ്കുചേരാത്തതായ ഒരു കൂട്ടരെ കുറിച്ചാണ് പറയുന്നത്. സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്ന് തികയോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം. അവരെ കുറിച്ചുള്ള സംഖ്യയാണ് എണ്ണിക്കൂടാത്ത പുരുഷാരം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 7-ാം അധ്യായം അങ്ങനെ അവസാനിച്ചാൽ 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം മുതൽ അല്ലെങ്കിൽ 6-ാം വാക്യം കാഹളങ്ങളുടെ ന്യായവിധിയാണ്. കാഹളങ്ങളുടെ ന്യായവിധി ഇവിടെ ഈ ചാർട്ടിലേക്കും കൂടെ നമ്മുടെ ശ്രദ്ധയിൽ തിരിക്കാം. 6-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെ നടക്കേണ്ട മഹാപീഡന സംഭവ പരമ്പരകളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ 7 മുദ്രകളുടെ പഠനം കൂടെ അവസാനിക്കുന്നു. കാഹളങ്ങളുടെ ന്യായവിധി 8-ാം അധ്യായത്തിൽ തുടരുന്നു. 8-ാം അധ്യായത്തിലെ 1-ാം വാക്യത്തിൽ മുദ്രകളുടെ അവസാനത്തെ മുദ്രയെക്കുറിച്ചുള്ളതായ വിഷയം വെളിപ്പെടുത്തുന്നു. 6-ാം വാക്യത്തിൽ ന്യായവിധിയുടെ കാഹളവുമായി നിൽക്കുന്ന ദൂതന്മാരെ കുറിച്ചുള്ള വെളിപ്പാടാണ്. അടുത്ത കാഹളം ഊതിനെ കുറിച്ചുമാണ്. 6-ാം വാക്യം വായിക്കാം. 7 കാഹളമുള്ള ദൂതന്മാർ 7 കാഹളം ഊതുവാൻ ഒരുങ്ങി നിന്നു. 7 കാഹളം ഊതുവാൻ ഒരുങ്ങി നിന്നു. 1-ാമത്തവൻ ഊതി. അപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിമേൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി. അപ്പോൾ ന്യായവിധിയുടെ ഒരു ഗ്രൂപ്പ് ന്യായവിധി 6 മുദ്രകൾ കൂടെ കഴിഞ്ഞു. 7-ാമത്തെ മുദ്രയിൽ സ്വർഗം അരമണിക്കൂർ മൗനമായിരിക്കുന്ന വിഷയം നമ്മൾ വായിച്ചു. ആ മൗനതയ്ക്ക് ശേഷം അടുത്ത് ഭൂമിയിൽ ദൈവികമായ ന്യായവിധിയുടെ സ്വഭാവം വേറെ ഒരു സ്റ്റെപ്പിൽ കൂടെ, വേറൊരു ഘട്ടത്തിൽ കൂടെ വെളിപ്പെടുത്തുവാൻ 7 ദൂതന്മാർ തയ്യാറായി നിൽക്കുന്നു. സംഹാര ദൂതന്മാർ. നമുക്ക് സംരക്ഷണ ദൂതന്മാരായിരിക്കുന്നവർ തന്നെ ദൈവത്തിന്റെ ആജ്ഞയാൽ സംഹാരകന്മാരായി തീരുന്നതായ മറ്റു സന്ദർഭമാണിത്. ആ സംഹാര ദൂതന്മാരിൽ ഒരുവൻ കാഹളം ഊതിയപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിമേൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി, വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. രക്തം കലർന്ന കൽമഴ ഭൂമിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ആസിഡ് മഴ, ചുമന്ന മഴ, വർണ്ണമഴ, മഞ്ഞ മഴ, പിങ്ക് മഴ, പുഴുമഴ, ഇതൊക്കെ ചില വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ വീണതാണ്, ഭൂമിയിലുള്ളതാണ്. എന്നാൽ ഇവിടെ പറയുന്നതായ ഇത് അതൊന്നുമല്ല, എന്നാൽ അതും ഇതിനകത്ത് ചേർന്നതാണ്. കൽമഴയും തീയും ഭൂമിമേൽ ചൊരിയുക, മഴ പെയ്യുന്നത് പോലെ കൽമഴ വരികയാണ്. ഇനി അതിനോട് ചേർന്ന് ഈ വിശദീകരണത്തിന്റെ ഭാഗം 8-ാം വാക്യം കൂടെ വായിച്ചിട്ട് പറയാം. 2-ാമത്തെ ദൂതൻ ഊതി. അപ്പോൾ തീ കത്തുന്ന വൻമല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട്
കടലിൽ 1/3 രക്തമായി തീർന്നു. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ 1/3 ചത്തുപോയി. കപ്പലുകളിലും 1/3 നശിച്ചുപോയി. സുനാമിയെ കാണിക്കുന്ന വിഷയമാണ്. മഹാവീണ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന സുനാമി ആകുന്നുവെങ്കിൽ നമ്മുടെ ദൃഷ്ടിയിൽ കണ്ടതും നമ്മൾ കേട്ടതും നമ്മൾ അറിഞ്ഞതുമായ സുനാമികൾ കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ അടുത്ത കാലത്തിൽ നമ്മുടെ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. പല രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ടി വിയിൽ കൂടെയോ കമ്പ്യൂട്ടറിൽ കൂടെയോ ആ വിഷയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ അങ്ങനെയുള്ളതായ വല്ലയിടത്തും എങ്ങാണ്ട് നടക്കുന്ന സുനാമി പോലെയല്ല ഇത്. ഇതിനെയാണ് മെഗാ സുനാമി എന്ന് പറയുന്നത്. നോഗയുടെ കാലത്ത് ജലപ്രളയം ഉണ്ടായത് സുനാമി എന്നുള്ള പേര് പറയാൻ കഴിയാതിരുന്ന കാലഘട്ടമാണ്. പക്ഷേ ഏറ്റവും ഭയങ്കരമായ ഒരു സുനാമി ആയിരുന്നു. ഭൂമിയുടെ വലിയ പർവ്വതങ്ങൾക്കും മീതെ വെള്ളം ഉയർന്നു നിന്നതായ ഒരു ന്യായവിധി എന്നതുപോലെ ഇവിടുത്തെ ഈ സുനാമിയുടെ പ്രത്യേകത നോക്കൂ. ഇത് ഉണ്ടാകുന്ന വിധം എങ്ങനെയാണെന്നും കൂടെ പറയാം. സാധാരണ സുനാമികൾ ഉണ്ടാകുന്നത് പല നിലകളിലാണ്. ഈ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായ സുനാമികളെ കുറിച്ചുള്ളതായ ലഘുചിത്രമാണിത് ഈ കാണുന്നത്. സമുദ്രാന്തർഭാഗത്ത് കരയായിട്ടുള്ള ഭാഗം പൊട്ടിപ്പിളർന്നുകൊണ്ട് ഹൈ പ്രഷറിൽ വെള്ളത്തെ കുത്തനെ ഉയർത്തി അത് കരയിലേക്ക് വൻ തിരമാലകളായി വന്ന് അവസാനിക്കുന്നു. ഇതാണ് കഴിഞ്ഞ സുനാമിയെ കുറിച്ചുള്ളതായ ഒരു ചിത്രം പുറത്തുവിട്ടത്. ഇത് സയൻറ്റിസ്റ്റുകളാകുന്ന ആർട്ടിസ്റ്റുകളുടെ പ്രത്യേകമായി ക്രമീകരിക്കപ്പെട്ട ചിത്രമാണ്. സമുദ്രാന്തർഭാഗത്ത് ഏകദേശം 1 മീറ്റർ ഉയരത്തോളം തിരമാലകൾ ഉയരുകയും അത് കരയിലേക്ക് അടിക്കുമ്പോൾ 100 അടി ഉയരത്തുള്ള തിരമാലകളായി തീരുകയും 100 കിലോമീറ്റർ വേഗതയിൽ അത് കരയിലേക്ക് ആഞ്ഞടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സമുദ്രാന്തർഭാഗത്ത് 1000 കിലോമീറ്റർ തുടങ്ങി കരയിൽ വരുമ്പോൾ 100 കിലോമീറ്റർ വേഗതയായി കുറഞ്ഞു. എങ്കിലും നോക്കൂ, ഇന്ന് ഇവിടെ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പറക്കുന്ന സാധാരണ പ്ലെയിനുകളുടെ എല്ലാം വേഗത 600 കിലോമീറ്ററാണ്. പ്ലെയിനിൻ്റെ 2-3 ഇരട്ടിയോ അതിവേഗത്തിൽ സമുദ്രത്തിൽ തിരമാലകൾ കരയിലേക്ക് ആഞ്ഞടിക്കുന്നുവെങ്കിൽ ഇവിടെ ഏത് മനുഷ്യന്, ഏത് രാജ്യത്തിൽ, ഏത് ഉന്നതന്മാർക്ക് സംരക്ഷണം കൊടുക്കുവാൻ കഴിയും? ഒരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നില്ല, അത് ആഞ്ഞടിക്കുന്നു. ഇവിടെ ഇതാ സമുദ്രാന്തർഭാഗത്തുനിന്ന് കരയിലേക്ക് വരുമ്പോൾ കരയിൽ സാധാരണ ചെറുതായിരിക്കുന്ന തിരമാലകൾ കുത്തനെ വൻ തിരമാലകളായി തീരുന്നു. അങ്ങനെ കരയിലേക്ക് ആഞ്ഞടിക്കുന്ന തിരമാലകൾ കരയിൽ കിലോമീറ്ററുകളോളം ദൂരത്തിൽ കാണുന്ന സകലത്തെയും നക്കി തുടച്ചുകൊണ്ട് ആ മുഴുവനും കടലിലേക്ക് തിരികെ പോകുന്നു. ഇതാണ് കഴിഞ്ഞ നാളുകളിൽ നടന്നിട്ടുള്ള സുനാമി. ഈ സുനാമിക്ക് മുമ്പ് നടന്നിട്ടുള്ള ഒരു സുനാമിയെക്കുറിച്ച് ഇവിടെ വായിക്കുന്നു. ഒരു ബ്രിട്ടീഷ് യുദ്ധക്കപ്പലിനെ 3 കിലോമീറ്റർ കരയിലാക്കിയ ഒരു ഭീകരൻ സുനാമി. 1883 പൊട്ടിയുണ്ടായ സുനാമി ഇന്ത്യൻ, അറ്റ്ലാന്റിക്, പസഫിക് സമുദ്രങ്ങളുടെ തീരങ്ങളെ ഉലച്ചെടുത്തു. 36,000 ജീവൻ നഷ്ടപ്പെട്ടു. അഗ്നിപർവ്വതം 4 ഘട്ടമായി. അപ്പോൾ സമുദ്രാന്തർഭാഗത്ത് അഗ്നിപർവ്വതം എന്ന സ്ഫോടനത്താൽ കരയിലേക്ക് തള്ളിക്കയറിയ സുനാമിയാണ്. അഗ്നിപർവ്വതം 4 ഘട്ടമായിട്ടാണ് ലാവാതീയെ ഛർദ്ദിച്ചത്. ആ വിസ്ഫോടനത്തെ തുടർന്നുണ്ടായ ചാരമഴ, ആകാശത്തിൽ കൂടെ പറന്നു വന്ന ചാരമഴ എല്ലാ ഭൂഖണ്ഡങ്ങളിലും എത്തിയെന്നാണ്. സുനാമി തിരകൾ ഇംഗ്ലീഷ് ചാനലിൽ പോലും എത്തിയെന്ന്. 600 ടൺ വരെ ഭാരമുള്ള പവിഴപ്പുറ്റുകൾ കരയിലേക്ക് വലിച്ചെറിഞ്ഞു. സമുദ്രാന്തർഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന പവിഴപ്പുറ്റുകളാകുന്ന വലിയ വലിയ പാറകളാകുന്ന പവിഴപ്പുറ്റുകൾ ചുഴലിത്തിരമാലുകൾ അടിച്ചുടച്ച് അവയെ പിഴുത് മാറ്റിയിട്ട് സമുദ്രത്തിന് ഉപരിഭാഗത്ത് കുത്തനെ ഉയർത്തി കല്ല് എടുത്ത് കരയിലേക്ക് എറിയുന്നത് പോലെ ചുഴലിത്തിരമാലകൾ ഈ പവിഴപ്പുറ്റുകളെ ഉയർത്തി കരയിലേക്ക് ആഞ്ഞെറിഞ്ഞു വന്നു. ആ കൂട്ടത്തിൽ ഇവിടെ വായിക്കുന്നു, ഒരു ബ്രിട്ടീഷ് യുദ്ധക്കപ്പലിനെ കടലിൽ നിന്ന് കോരി പ്രതിഷ്ഠിച്ച് 3 കിലോമീറ്റർ അപ്പുറത്താണ്. എന്നിട്ട് തിരകൾ തിരിച്ചുപോയി. 1755 പോർച്ചുഗലിലും യൂറോപ്പിലുമുണ്ടായ ഒരു സുനാമി 60,000 പേരെ കൊല്ലപ്പെട്ടു എന്നാണ്. 1983 ഓഗസ്റ്റ് മാസം 27-ാം തീയതി നടന്നതായ ഇന്തോനേഷ്യൻ ദ്വീപുകളെ പിടിച്ചുലച്ച ഒരു സുനാമിയിൽ 50,000-ത്തിലധികം ആളുകളെ കൊല്ലപ്പെട്ട വിഷയം ഇവിടെ പറയുന്നു. അപ്പോൾ തന്നെ 2004 ഇന്തോനേഷ്യയിലും അത് ഭൂമിയുടെ അഥവാ സമുദ്ര തീരങ്ങളാകുന്ന
ഭാഗങ്ങളെ പിടിച്ചുലച്ചതായ സുനാമിയാണ് കഴിഞ്ഞ നാളിലുണ്ടായത്. അങ്ങനെയാകുന്നുവെങ്കിൽ ഇവിടെ പറയപ്പെടുന്ന ഭൂകമ്പ നിമിത്തമുണ്ടായ സുനാമി ആകാശത്തിൽ സ്പേസിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ധൂമകേതുക്കളാകുന്ന മിനിഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. അത് സമീപ കാലഘട്ടത്തിൽ ഭൂമിയുടെ അടുത്തുകൊണ്ടിരിക്കുന്നു. QQ47 എന്നൊക്കെ പേര് നിർണയിച്ചതുമായ ഉൽക്കകളാകുന്ന പാറകളാകുന്ന ധൂമകേതുക്കൾ ഭൂമിയുടെ അടുത്തുകൊണ്ടിരിക്കുന്നുവെന്നും ഭൂമിയുടെ ഏകദേശം അടുത്ത് വരുമ്പോൾ അതീവ വേഗതയിൽ വരുമ്പോൾ തന്നെ ആയിരം പീസുകളായി പൊട്ടിച്ചെതറി അത് തീ പോലെ ഭൂമിയിലേക്ക് വീഴുമെന്നും അതിൻ്റെ ചൂടിൻ്റെ തീവ്രത നിമിത്തം വെന്ത് ഉരുകി ലവണങ്ങളായും അത് തീ കത്തുന്ന കൽമഴയായും ഭൂമിയിൽ വീഴുമെന്നാണ്. അതാണ് ഇവിടെ 7-ാം വാക്യത്തിൽ അപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിൽ ചുരിഞ്ഞിട്ട് ഭൂമിയിൽ 1/3 വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. അതങ്ങനെ സംഭവിക്കും. വീണ്ടും നമ്മൾ 8-ാം വാക്യത്തിൽ വായിച്ചു, അപ്പോൾ തീ കത്തുന്ന വൻമല പോലെയൊന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടൽ 1/3 രക്തമായി തീർന്നു. ആ ഉൽക്ക വീഴുന്നതിനെക്കുറിച്ചും പാറകൾ വീഴുന്നതിനെക്കുറിച്ചുമുള്ളതായ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ ഈ TV കണ്ടുകൊണ്ടിരിക്കുന്നത്. അതീവ വേഗത്തിൽ അത് വരുമ്പോൾ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ വ്യാസമുള്ളതായ ആ വലിയ കരിമ്പാറകൾ അതീവ വേഗത്തിൽ അത്രയും വെയിറ്റോടെ വന്ന് ഭൂമിയിലൊട്ട് ഒരു ഇടി കൊടുത്താൽ, ഒരു വീഴ്ച വീണാൽ 2 കിലോമീറ്റർ വരെ ആഴമുള്ള അഗാധ ഗർത്തങ്ങൾ സൃഷ്ടിക്കുകയും കോഴിമുട്ടയുടെ പുറത്ത് കല്ലെടുത്തെറിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രതീതി പോലെ ഈ ഭൂമി പൊട്ടി തകരുമെന്നും ഹിരോഷിമ നാഗസാക്കിയിൽ വീണ ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന്റെ 80 ഇരട്ടി നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നാണ്. അങ്ങനെ ഭൂമിയിൽ വീണാൽ ഭൂമിയിൽ വലിയ നാശനഷ്ടമുണ്ടാകും. സമുദ്രത്തിൽ വീണാൽ വൻ തിരമാലകളെ കുത്തനെ ഉയർത്തുകയും അത് വരുന്ന വരവോടുകൂടി തന്നെ വലിയ തീജ്വാല പോലെ, വലിയ തീ കത്തുന്ന വൻമല പോലെ വേഗത്തിൽ ഭൂമിയിലേക്ക് വീണിട്ട് അത് സമുദ്രത്തിൽ വീണ് സമുദ്രത്തെ ഇളക്കി മറിച്ചുകൊണ്ട് അതിന് കുത്തനെ 1 കിലോമീറ്ററോളം ഉയരമുള്ള വൻ തിരമാലകൾ സൃഷ്ടിച്ച് സമുദ്ര തീരത്തോട് ചേർന്ന് കിടക്കുന്ന ദ്വീപുകൾ പോലെ കിടക്കുന്ന രാജ്യങ്ങളെ സമുദ്രം മുക്കിക്കളയുമെന്നാണ്. അത് വന്ന് വീഴുന്നതായ വീഴ്ചയിൽ അതിൽ നിമിത്തമുണ്ടാകുന്ന തീവ്രതയോടുകൂടിയായ വൈദ്യുതരംഗങ്ങളെ റേഡിയേഷൻ നിമിത്തം സമുദ്രത്തിൽ കിടക്കുന്ന വൻ ജീവികളെ റേഡിയേഷൻ വൈദ്യുതരംഗങ്ങൾ അത് ചത്തുമലക്കും. തിരമാലകളുടെ അതിശക്തിയേറിയ ആഘാത നിമിത്തം വലിയ വലിയ യുദ്ധക്കപ്പലുകൾ, ചരക്ക് കപ്പലുകൾ, യാത്രാ കപ്പലുകൾ നങ്കൂരമിട്ട് കിടക്കുന്നത് അത് ആടികുലഞ്ഞ് ആയിരക്കണക്കിന് ആളുകൾ വരെ യാത്ര ചെയ്യുന്ന കപ്പലുകൾ സമുദ്രത്തിന്റെ അന്തർഭാഗത്തേക്ക് താണുപോകും. അപ്പോൾ അവിടെ വലിയ മത്സ്യക്കൂട്ടങ്ങൾ ചാകുന്നു, വലിയ വലിയ കപ്പലുകൾ സമുദ്രത്തിൽ മുങ്ങുന്നു. ഇങ്ങനെയുള്ളതായ സുനാമി ഇന്നുവരെയും ഉണ്ടായിട്ടില്ല. അവിടെ സമുദ്രത്തിലുള്ള ജീവികൾക്ക് മാറ്റമുണ്ടായിട്ടില്ല. എന്നാൽ ഇനി വരുവാൻ പോകുന്ന ഭൂമിയിലെ ദൈവസഭയെ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ട് കഴിഞ്ഞാൽ ഭൂമിയിൽ ദൈവം വരുത്തുന്നതായ ന്യായവിധിയിൽ സുനാമി വരുത്തുന്നതായ സംഭവം എന്ന് പറയുന്നത് ഇത്രയും മഹാസംഭവമാകുന്നുവെങ്കിൽ സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികൾ 1/3 ചത്തുപോയി, കപ്പലുകളിൽ 1/3 കടലിലേക്ക് താഴുന്നു. ഇതിന് നാശനഷ്ടം ആർക്ക് വർണ്ണിക്കുവാൻ കഴിയും? എത്ര കരയും എത്ര ആളുകളും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു. ഇങ്ങനെയുള്ള ഒരു നാളുകളെ കുറിച്ച് നമുക്ക് സ്വപ്നം കാണുവാൻ കഴിയുമോ? ഇങ്ങനെയുള്ള ഒരു നാളുകളെ കുറിച്ച് വിശ്വാസം കഴിയുമോ? വിശ്വാസമുണ്ടെങ്കിലും ഇല്ല എങ്കിലും വേദപുസ്തകം സത്യമായി പറയുന്നു, ഈ കർത്താവ് അരുളി ചെയ്തായ ഈ വചനത്തിന്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ല. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ഇതിന് മാറ്റം വരുവല്ല. അങ്ങനെ തന്നെ സംഭവിക്കും. ഇത് വായിച്ച് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അനുസരിക്കുന്നവരും ഭാഗ്യവാന്മാർ. ഈ വിഷയം ഇവിടെ ഉപസംഹരിക്കുന്നു. അടുത്ത 6-ാം വോളിയം ഡിസ്കിൽ മഹായുദ്ധങ്ങൾ, അർമഗദോൻ യുദ്ധവും ഗോഗ് മാഗോഗ് എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോകും.